ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിലെത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. നീലാകാശമേ വിളയാടുന്നേ താഴെ മണ്ണിൽ വന്നെത്തും വരെ ഒന്നായി അണിനിര നിരയായി നന്നായി അണിഞ്ഞൊരുങ്ങുകയായി കാണാമതിൽ കനവോ പല ആയിരം ഒന്നായി അണിനിര നിരയായി നന്നായി അണിഞ്ഞൊരുങ്ങുകയായി കാണാമതിൽ കനവോ പല ആയിരം മായാതെ ഇനിയൊന്നൊന്നായിതാ വരവായേ താരങ്ങളായി കാലമിതോടിയ വീതിയിലാളുകളായിരമാരവമാകയും നേടണമേതൊരു പാതയിലേതൊരു നാളിലും ഇത് ജീവിതം തോളോട് തോൾ ചേർന്നിതേ പോകയായി പടവുകളൊന്നായി കേറിടാം കാതങ്ങൾക്കകലെ പുതുമതിലുകൾ മതിലുകൾ അനവധി പലവിധമുയരുകയായി അടിപതരതൊരു യുഗ പിറവീതാ മായാതെ
നമുക്ക് 3 പേർ കൂടി ഒരു ബിസിനസ് തുടങ്ങാം. ഒരു ഉഗ്രം ബിസിനസ്. നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് സൊബാമ എന്റർപ്രൈസസ് അല്ല സൊബാമ പ്രൈവറ്റ് ലിമിറ്റഡ്. അതങ്ങോട്ട് വളർന്ന് പന്തലിക്കും ഈ അംബാനിയുടെ ഒക്കെ പോലെ അല്ലേ? നിന്റെ പണി പോയാ? എന്ത് നിന്റെ പണി പോയോന്ന്? സാധാരണ പണി പോകുമ്പോഴാണ് നീ ഉഗ്രം ബിസിനസ് ആയിട്ട് കൊണ്ടൊക്കെ ഇറങ്ങാറ്. പണി പോയല്ലേ? പണി പോയതൊന്നുമല്ല, സെയിൽസിലെ പണിക്ക് മടുത്തു. എടാ ഏതെങ്കിലും ഒരു ജോലി 2 മാസത്തേക്കുള്ളിൽ നീ പോയിട്ടുണ്ടോ? കഷ്ടം. ഞാൻ മറ്റുള്ളവന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടായി കൊടുക്കുന്നത് നിർത്തി. ഇനി ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പൈസ കിട്ടണം. അതുകൊണ്ട് പറഞ്ഞ എന്തെങ്കിലും ബിസിനസ് നമുക്ക് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് നിൽക്കടാ. എന്റെ തൊമ്മി ബിസിനസ് എത്ര ചെറുതാണെങ്കിലും എന്റെ റിസ്ക് ഉണ്ട്. ഒരു നല്ല ഗവൺമെന്റ് കിട്ടുന്ന കംഫർട്ട്നെസ് ഒന്നും ഒരു ബിസിനസ്സിനും കിട്ടൂല. ഏത് സമയം ഓട്ടോ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് ആരെ ഗവൺമെന്റ് ജോലിക്ക് നീ ഗവൺമെന്റ് ജോലിക്ക് ഞാൻ പോകും. എല്ലാവർക്കും ബുദ്ധി വിവരമുള്ള ആരെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് പോകും? അങ്ങനെ പറയല്ലേ. പിന്നെ എന്റെ മാമക്ക് ഗവൺമെന്റ് ജോലി അല്ലേ, അയാൾക്ക് കാന ബുദ്ധിയാണ്. അങ്ങനെ പറയരുത്. അതിന് നിന്റെ അമ്മക്ക് ആധാരം എടുത്തല്ലേ? ആധാരത്തിൽ ഗവൺമെന്റ് ജോലി അല്ലേ. ബാലു, ആ നിനക്ക് മോണിക്കനെ നേരത്തെ പരിചയം? ആ ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. ഓ, അതാണ് നമുക്ക് ഇങ്ങോട്ടൊരു നോട്ടം. ഞാൻ വിചാരിച്ച അന്വേഷിക്കുന്നു. എനിക്ക് കോംപ്ലക്സ് ആണ്. എന്ത് കോംപ്ലക്സ്? ഈ ബ്ലാക്ക് കോംപ്ലക്സേ. അയ്യേ, നിറത്തിലൊക്കെ എന്തിരിക്കണം ചേച്ചി. നിനക്ക് നല്ലൊരു പെങ്കൊച്ചിനെ ഞാൻ റെഡി ചെയ്തത്. ആണോ? ആ എന്നെനിക്ക് മോണിക്കാൻ മതി. അതിനവൾക്ക് വേറെ ലൈനൊക്കെ ഉണ്ടെന്ന് കേട്ടോ. നീ വേറെ ആരെങ്കിലും നോക്കും. നീ ഹെൽപ്പ് ചെയ്യോ? എന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് നിനക്കുണ്ടാവും. ആണോ? മോണിക്ക് പണിക്ക് പോട്ടെ. ഇരുപത്തിരണ്ടാണ് വിളിച്ചു. ആ അയ്യോ ടോക്കൺ. അയ്യോ പോയല്ല ചേച്ചാ ടോക്കൺ നിന്ന്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയോ മനാ, എന്താണ് പ്രശ്നം? ഉസ്താദെ, എന്നെ ആർക്കും ഒരു വിലയില്ല. എല്ലാവർക്കും പുച്ഛമാണ്. ഇപ്പൊ തന്നെ ഞാനൊരു സിനിമ നടനാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം ചിരിക്കും. ആ ചിരി കാണുമ്പോ എന്റെ ഉള്ള കോൺഫിഡൻസ് പോകും. ഈ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കല്യാണത്തിനോ പെരാമസത്തിനോ ബന്ധുക്കളോ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. അഥവാ ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവര് വരണേക്കാകുമ്പോൾ ഞാൻ പോകും. മനാഫെ, ഓ നീ ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. സഞ്ചരിക്കാം. എന്തിനു വേണ്ടത് ക്ഷമയാണ്. ഉസ്താദെ, എനിക്ക് നല്ല ക്ഷമയാണ്. പക്ഷെ വാപ്പാക്കില്ല. ഇന്നലെ വാപ്പ പറയണ് അടുത്ത വലിയ പെരുന്നാളിനുള്ളിൽ സിനിമയിൽ കയറിയില്ലെങ്കിൽ എന്നെ ഗൾഫിലേക്ക് വിടുന്നു. ഈ അളിയന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒരു നടനായ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ വിഷമമൊന്നും ആർക്കും മനസ്സിലാവൂല. ഉസ്താദ് മാത്രമുള്ളൂ എന്നെ രക്ഷിക്കാൻ. അടുത്ത വലിയ പെരുന്നാളിനുള്ളിൽ എനിക്ക് സിനിമയിൽ കയറാൻ പറ്റൂലേ? 1നും 100നും ഇടയിലുള്ള ഒരു സംഖ്യ പറയും. 16. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ആ 16. 25. ഫസ്റ്റ് മനസ്സിലൊന്ന് 25. സത്യമായിട്ട് 25. പഠിച്ചോനെ. മനാഫ്, എന്താ ഉസ്താദെ? 9 മാസം. 9 മാസം? 9 മാസത്തിനുള്ളിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. നീ പോലും അറിയാതെ നിന്നിലേക്കെല്ലാം എത്തിച്ചേരും. നീ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അത് ഇന്ന് മുതലാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. എനിക്കിനി ഒരു ലക്ഷ്യവും ഒരു നടനാവാം. ബിസിനസ് ശരിയാവില്ല. എടാ നീ നടനായിക്കോ, പക്ഷെ ഒരു പോർട്ട്ഫോളിയോ എടുക്കാൻ വീട്ടിൽ കാശ് വെച്ചപ്പോ എന്താ പറഞ്ഞേ? തരൂലെന്ന് പറഞ്ഞു. ഗൾഫിൽ പോകാനല്ലേ പറഞ്ഞേ? ആ എടാ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എല്ലാവർക്കും സൈഡ് ബിസിനസ് ഉണ്ട്. ആദ്യം നമ്മുടെ കാര്യം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പണം, നമ്മുടെ ഭാവി, നമ്മുടെ തീരുമാനം. മനസ്സിലായി? മാറ്റേണ്ടി വരൂല. ഒരു കണ്ണി കെട്ട് ചെയ്തിട്ട് നീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നല്ല ലാഭമുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാം. ഒരുപാട് സാധ്യതകളുണ്ട്. എന്ത് തുടങ്ങും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൗണിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു മെൻസ് ഫിയർ ഫുള്ള് ബാംഗ്ലൂരിലാണ്. അതേ ഫാഷൻ സെയിം ഡേ നമ്മൾ ഇവിടെ ഇറക്കി അതിന് മോഡലായിട്ട് നീ ഫ്ലക്സിലൊക്കെ വന്നിട്ട് അത് മതി. അതേ പറഞ്ഞേ. ആലുവ നിറയെ എന്റെ ഫ്ലെക്സ്. അതന്നെ ചെറിയൊരു പ്രശ്നം. ബാങ്കിൽ ലോൺ ബസ്സൊക്കെ വളയുമുണ്ടല്ലേ, എന്റെ ഫ്ലെക്സ് എല്ലാവരും എന്റെ വീടിന്റെ ആധാരം ബാങ്കിലാന്ന് എനിക്കറിയാലോ. എന്തിനു സങ്കടം പറഞ്ഞ ബിസിനസ് തുടങ്ങിയില്ലേ ആധാരൊക്കെ എടുത്ത് തരും. നീ വാപ്പാനോട് പറഞ്ഞ് നിന്റെ വീട്ടിൽ ആധാരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടപടിയാക്കാം. നീ ഇപ്പത്തെ പറഞ്ഞേ? എടാ നിന്റെ വീട്ടിൽ ആധാരം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് ആക്കി എടുത്തു കൊടുക്കാലോ. എടാ കൂടി പോയി 10 അല്ല ഒന്ന് പോയടാ അവിടുന്ന്. എടാ 10,000 പോർട്ട്ഫോളിയോക്ക് എന്നല്ല അപ്പഴാണ് വീടിന്റെ ആധാരം. ബിസിനസ് ആയിട്ട് വന്നേക്കണ് ആധാരം. എന്താണെന്ന് ഓഡീഷനൊന്നും പോയില്ലേ?
നിന്റെ വീടിന്റെ ആധാരം കയ്യിലുണ്ടാ? ആധാരം ഇല്ലെങ്കിൽ പൊന്നു മോനെ സൂക്ഷിച്ചു വെച്ച് അവനടിച്ചോണ്ടു. ആ ഉറപ്പാണ്. എന്താണ് പ്രശ്നം? മനുഷ്യനൊരു സമാധാനത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാപ്പാടത്തെ പോർട്ട്ഫോളിയോക്ക് പൈസ വെച്ചപ്പോ വാപ്പ പറയാ ബേക്കറി പോയി നിൽക്ക്, എല്ലാവർക്കും ശമ്പളം കൊടുക്കണ പോലെ തരാണ്. ഉമ്മാടത്ത് വെച്ചു. ഉമ്മാക്ക് ആദ്യം പോർട്ട്ഫോളിയോ എന്താ മനസ്സിലായല്ലോ. ഉമ്മ പറയാൻ നിനക്ക് വന്നിട്ടുണ്ടല്ലോ പോളി വന്നു കിണിക്കാൻ നിൽക്കല്ലേ. ലാസ്റ്റ് പോർട്ട്ഫോളിയോ എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ ഒരൊറ്റ ആട്ട. ആ ആട്ട് മേടിച്ച് ഞാൻ അവിടെ വന്നിരിക്കുമ്പോണ്ടില്ല. അവൻ വന്നിട്ട് എന്റെ അടുത്ത് പറയണേ നമുക്കൊരു ബിസിനസ് തുടങ്ങാം, വലിയ പൈസയൊന്നുമില്ല, നിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും തീർക്കാന്ന് പറഞ്ഞ അവൻ എന്റെ വീണ്ടും ആധാരം ചോദിച്ചടാ. അതൊക്കെ അങ്ങനെ ചോദിക്കാമോ? എന്താണ് ഈ പോർട്ട്ഫോളിയോ? പറയണ നിന്റെ ആധാരം നോക്കിട്ടോ. ആധാരം വേണ്ട, ഒന്നും വേണ്ട. പുതിയൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിഡ്നി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. കണ്ടിട്ട് PMP. ഉണ്ടംപുരി. മനസ്സാണെല്ലാം, പണമാണെല്ലാം. സുഹൃത്തുക്കളെ, കോഴിക്കോട് വല്യങ്ങാടിയിൽ വെറും 100 രൂപയ്ക്ക് കപ്പലണ്ടി കച്ചവടം നടത്തിയ ഞാൻ ഇന്നീ കോടികൾ വരുമാനമുള്ള കോട്ടിട്ട നിലയിലേക്ക് എത്താൻ കാരണം മനസ്സാണ്. മനസ്സ് മാത്രം മതിയോ സുഹൃത്തുക്കളെ? പോരാ, അതിനൊരു വഴികാട്ടി വേണം. ആ വഴികാട്ടിയാണ് ഈ PMP. ഞാനിനി എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. ഞാൻ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു കറുത്ത ബെൻസുകാർ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. നോക്കുമ്പോ ആ ബെൻസുകാരൻ ആരാണ് ഇറങ്ങുന്നത്? തെങ്ങ് കയറ്റക്കാരൻ ഗോപാലട്ടൻ. ഞാൻ ചോദിച്ചു, ഗോപാലട്ട നിങ്ങൾക്ക് എന്താ ലോട്ടറി അടിച്ചു? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ലോട്ടറി അല്ല മോനെ, PMP അടിച്ചു. ഞാൻ ചോദിച്ചു, PMPയോ? അപ്പൊ ഗോപാലട്ട കഥകൾ മുഴുവൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കൂടെ പോരുന്നു. ഞാൻ അപ്പൊ തന്നെ എന്റെ കയ്യിലുള്ള കപ്പലണ്ടി മുഴുവൻ വലിച്ചെറിഞ്ഞു ആ കാർ കയറിപ്പോയി. ഇന്ന് ഞാനിവിടെ വന്നത് ചുവന്ന ബെൻസുകാറിലാണ് സുഹൃത്തുക്കളെ, ചുവന്ന ബെൻസുകാറിൽ. അതിന് കാരണം ഈ PMP ആണ്. ജയ് PMP, ജയ് PMP, ജയ് PMP. പിന്നെ ചുവന്ന തള്ളി മറിക്കണം. ഇത് PMP കുടുംബാംഗവും എന്റെ പ്രിയ സുഹൃത്തും ബീഹാറുകാരൻ രഘുറാമിന്റെ ജീവിതം പട്ടിണിയും പരിവട്ടവും നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ പഠിക്കാൻ മിടുക്കനായിരുന്ന രഘുറാമിന് 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിത്തം നിർത്തേണ്ടി വന്നു. കാരണം എന്താണ് സുഹൃത്തുക്കളെ? എന്താണ്? ദാരിദ്ര്യം, കൊടും ദാരിദ്ര്യം. അങ്ങനെ 13ാമത്തെ വയസ്സിൽ ഈ ബാലൻ നാടുവിട്ടു. പല പല പണികൾ ചെയ്തു, കഠിനമായി പോരാടി. അങ്ങനെ പട്ടിണിക്കെതിരെ പോരാടിയ ഈ രഘുറാമിന്റെ മുന്നിൽ ദൈവം പ്രസാദിച്ചു. ആ പ്രസാദമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന PMP. ജയ് PMP, ജയ് PMP, ജയ് PMP. എടാ നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റും. മനസ്സുറപ്പുണ്ടായാൽ മതി, നമുക്കതില്ലേ? ബാലു എന്തായാലും PMP ചേരണോട്ടാ. ഞാൻ ഇവിടുന്ന് പോകും. ജയ് PMP, ജയ് PMP. കൊള്ളാലേ. പിന്നെ അല്ലാതെ നിങ്ങൾ എന്തിനാ കാലത്ത് ഇങ്ങനെ മനുഷ്യരെ പ്രാന്താക്കണം? നിന്റെ പണി പോയാ? ആ അതൊക്കെ ഞാൻ അറിഞ്ഞു. അവരെന്തിനാ അവിടുന്ന് പുറത്താക്കിയത്? ഒരിടത്ത് സ്ഥിരമായിട്ട് പണിക്ക് കൂടേക്കാ. പുറത്താക്കിയൊന്നുമല്ല, എനിക്ക് കുറച്ച് വലിയ പരിപാടികളുണ്ട്. ഓ എന്ത് വലിയ പരിപാടി? ആദ്യം നിലത്ത് നിൽക്ക്, എന്നിട്ട് പണിയെടുക്കാൻ നോക്ക്. പണിയെടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് പോലും പണിയെടുക്കുന്നല്ലേ? ആരും ഒന്നും ഉണ്ടാക്കി വച്ചിട്ടില്ലല്ലോ എനിക്ക്. ആ ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം. ഇപ്പൊ നിന്റെ കാര്യം കൂടി ഞാനല്ലേ നോക്കണേ. ഈ ഒരു പെണ്ണിനെ കെട്ടിച്ചുവിട്ടെ ബുദ്ധിമുട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിനക്കതൊന്നും അറിയണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രാന്താക്കുന്നത്? രാവിലെ തന്നെ തൊള്ള ഇറങ്ങി പോകാൻ പാടില്ല. അറിയാതെ പറഞ്ഞാണ്. ഇനി പറ. മമ്മി മരുന്ന് കഴിച്ചാ? ഇവിടെ നിർത്തിക്കോ. അങ്ങോട്ട് പോകില്ല വണ്ടി. ഇവിടെ നിർത്തിക്കോട്ടെ. മോനെ എന്റെ കമ്മീഷന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കണേട്ടാ. അതൊക്കെ ശരിയാക്കാൻ എന്നാ പോകാം, അത് മതി. വീട് ഇവിടെ അടുത്ത് തന്നെ. ചേട്ടന് ഈ ടിക്കറ്റ് ഗവൺമെന്റ് കൊണ്ടുപോയി കൊടുത്താൽ കിട്ടാൻ പോകുന്നത് മാക്സിമം ടാക്സ് എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു 63 ലക്ഷം രൂപ കിട്ടും.
ഞങ്ങളൊരു 64 ലക്ഷം തരാം. ചേട്ടന് ടിക്കറ്റ് മാത്രമേ ഞങ്ങൾക്ക് തന്നാൽ മതി. ശരിയാവൂല ഗവൺമെന്റ് പരിചയമുള്ള പൈസ നമുക്ക് വേണ്ട. അത് ശരിയാണ് പരിപാടിയല്ല. സുകുമാരൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്ത് വർത്താനാണ് ഈ പറയണത്? ഇത് കള്ളനോട്ടല്ല, കള്ളപ്പണമാണിത്. ചേട്ടാ വിശ്വാസം ചേട്ടാ, ഞാൻ പെട്ടു അവസാനം ചേട്ടാ. എന്ത് വേണമെന്ന് പേടിച്ചിട്ടാണ്? കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടല്ല. നമ്മുടെ കയ്യിൽ അളവിൽ കൂടുതൽ പൈസ വന്നെങ്കിൽ അതിന് നികുതി അടയ്ക്കണം. അത് ചിലർ ചെയ്യാറില്ല. അവരാ പൈസയൊക്കെ വിളിപ്പിച്ചെടുക്കണമെങ്കിൽ ലോട്ടറി പോലത്തെ പരിപാടിയിലൂടെയാണ്. എന്ത് ചെയ്യാനോടി? അത് വേണ്ട കേട്ടാ. കണ്ട ആള് വേണ്ടെന്നാ പറയണ. ഞാൻ ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ലട്ടെ ഇത്. ഇപ്പൊ തന്നെ ടിക്കറ്റ് അടിച്ചവരും ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിയണത്. അത് ശരിയാ. അല്ലെങ്കിൽ വല്ലേരും അറിയോ? ഞാൻ അറിയിക്കുകയും വേണ്ട. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ പെരുന്നാളെടുക്കാൻ പോലെ ഇരിക്കുള്ളൂ. ഇതൊക്കെ പിച്ചിച്ചെത്തി കൊടുക്കാനായിട്ട് പറ്റുമോ? ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞാലാ, ഒരു ആസ്പത്രി കേസ് ഉണ്ടെന്ന് പറഞ്ഞാലാ, ചാകാൻ കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇത്തിരി പച്ചവെള്ളം തരാൻ വേണ്ടി ഇവിടെ വരില്ല. ഇപ്പൊ അടിച്ചെന്ന് പറയുമ്പോ നോക്കിക്കോ. അതെ, ഒരു 65 ലക്ഷം രൂപ അങ്ങോട്ട് 2 ലക്ഷം വെറുതെ കിട്ടുന്നേ. അത് വേണ്ടെന്ന് തീരുമാനിക്കും. ഈ കക്കൂസ് എവിടെയാണ്? കക്കൂസ് എവിടെയാണോ? അവിടെയാണ്. ഇവിടെ അടുത്ത് തന്നെ തരുന്നല്ലേ. എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഇക്കാലത്ത് പാവങ്ങളായിട്ടുള്ള നമുക്ക് ഇങ്ങനെ പൈസ കിട്ടിയിരുന്നെങ്കിലേ അതൊരു വലിയ അനുഗ്രഹമല്ലേ? സുകുമാരൻ, നീ ഇത് കണ്ട, നിന്റെ കയ്യിലുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് കാശ് മേടിക്കും. See Marcos, actually 80 lakhs is too much for this team. എനിക്ക് മാക്സിമം ഒരു 63 lakhs വൈറ്റ് മണി റിട്ടേൺ കിട്ടുള്ളൂ. I think 70 is a good amount for both of us, right? What do you say? എത്ര കമ്മീഷനാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞത് ഈ മോൻ? മോലളി, ഞാൻ പുള്ളിക്കാരനെ ഫസ്റ്റ് ടൈമാ കാണുന്നത്. ഒന്ന് പറ സാറേ. See, I have no dealings with money. Actually, lottery business and this is the first time. എന്ത് കോപ്പാടാ ഇത്? എല്ലാം ഇവിടെ നിന്ന് എനിക്ക് കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്നത്, അല്ലാതെ നിന്റെ മോന്ത കാണാനല്ല. ടിക്കറ്റ് വേണേ കാശ് വെച്ചിട്ട് പൊയ്ക്കോ. നീ അവിടെ ചെന്നിട്ടേ പേരടാ ആധാരം ചോദിക്കരുതിട്ടാ. എടാ, നമ്മളിപ്പോ അവിടെ പോയി പറയാൻ പോണ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. പിന്നെന്തിനു വന്നത്? നമ്മുടെ ഒരു പ്ലാൻ ബി ഉണ്ട്. നമ്മൾ അതാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്ലാൻ എ നടക്കുമല്ലോ, അതുകൊണ്ട് പ്ലാൻ ചെയ്തില്ല. കയ്യിലുള്ള പ്ലാൻ ബി അത് മതി. പിന്നെ നമ്മളെ കണ്ട നല്ല സ്നേഹം തോന്നണം, നല്ല വൃത്തിയായിരിക്കണം, നല്ല ഡ്രസ്സായിരിക്കണം. വീട്ടിൽ പോയിട്ട് സ്മാർട്ട്. നിന്നെ കണ്ട നല്ല സ്നേഹം തോന്നുന്നുണ്ട്. ആണാ? നിന്നെ കണ്ടാലുണ്ട്. അച്ഛനെല്ലാം പറഞ്ഞു. ഓടിക്കോ. എന്റെ തലയിൽപ്പെടുത്ത പ്ലാൻ ചെയ്യേ. രണ്ടും കൂടി തള്ളി മറിക്കോ? അച്ഛൻ വിളിക്കണോ? വരൂ. ബാ, എത്ര നാളെ അച്ഛനെ കണ്ടിട്ട്. ചെറുപ്പക്കാര് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഈ പ്രായം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഞാൻ ഇവനോട് പറയാറുണ്ട്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. പിന്നെ ഇന്ത്യ അറിയാലോ, നല്ല മാർക്കറ്റാ. ആർക്കും എന്തും വിറ്റഴിക്കാൻ പറ്റിയ നല്ലൊരു ചന്ത. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മണിച്ചേനോ? അല്ലെങ്കിൽ മണി. അതെ, മണി തന്നെ. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, അതാണ് അവൻ ഉദ്ദേശിച്ചത്. അതിന് മണി ചെയിൻ എവിടെ കിടക്കുന്നു? ഷെയർ മാർക്കറ്റ് എവിടെ കിടക്കുന്നു? മണി ചെയിൻ ഈസ് ആൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. ഡോണ്ട് യു നോ ദാറ്റ്? ഡു യു? പിന്നെ ഈ PNB പോലെയുള്ള ബിസിനസ്സിനൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും പാടില്ല. ബാലു, ആ പേനയും എടുത്ത്. ഏതായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഒരു ബിസിനസ് തുടങ്ങാൻ പോവല്ലേ? ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, റിസർച്ച് വേണം. അബൌട്ട് മാർക്കറ്റ്, പ്രോഡക്റ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് ദെയർ ടേസ്റ്റ്. അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ കൊടുക്കണം. ഫോർ ദാറ്റ് യു ഹാവ് ടു നോ ഈച്ച് ആൻഡ് എവരി കോർണർ ഓഫ് യുവർ ബിസിനസ് ആൻഡ് ദ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. സോ ടെൽ മീ, വാട്ട് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? വല്ലതും അറിയെങ്കിൽ പറ. Uncle, stock exchange is the main exchange where a lot of people coming with goods and stocks selling and profit coming. വാങ്ങൽ, വിൽക്കൽ, സെയിൽ. ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു സാർ.
ഞാനല്ലേ കൺവിൻസ് ചെയ്യിച്ചോളാൻ പറഞ്ഞു. എന്ന് വെച്ചാ ഇങ്ങനെയുണ്ടാ ഇതൊരു മാതിരി എന്തൊരു നാളും ചെല്ലാൻ. പിന്നെ ശരിക്കും ചാക്കോമാഷ് തന്നെ. ആരാ നിന്റെ ചാക്കോമാഷി? എടാ ആടുവമ്മടെ അച്ഛൻ. അയ്യോ ചേട്ടാ ഒരു ഡബിൾ വിളിച്ചു. നല്ല കേട്ടാണല്ലോ. ടെൻഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര വിശപ്പ്. ഇന്നുள்ள അസുഖിക്കൂ. ഞാൻ ഇളയപ്പനെ പോയി ഒന്ന് കണ്ടാലോ എന്ന് ആലോചിക്കാം. എന്റെ ഇളയപ്പനാളെങ്ങനെയാ വല്ലതും പഠിച്ചോണ്ട് പോകാനെങ്കിൽ നേരത്തെ പറയണം. അല്ലാണ്ട് എനിക്ക് അവിടെ കിടന്ന് ബബ്ബ പഠിക്കാൻ പറ്റില്ല. ആ പുള്ളി ഇവന്റെ ചിലപ്പോൾ വലിപ്പിക്കൊന്നുമില്ല. ഷോർട്ട് കട്ടാ. ആ ചേട്ടാ മുട്ട. മൂന്നും 2 5 കൊറേ കാലം എടുക്കാന്ന് പറഞ്ഞിട്ട് തണുങ്ങി അടിച്ചാൽ മതിയായിരുന്നു. ചേട്ടാ ഇത് മതി ചേട്ടാ. ചേട്ടാ ബീവറേഞ്ചും കൂടിയാവണ. ആ ഞാനങ്ങോട്ട് ചേട്ടാ. ചേട്ടൻ കയറും. ഈ സമയത്ത് ബീവറേജിൽ നല്ല ക്യൂ ആയിരിക്കും അല്ലേ? ഞാനിക്കില്ല ചേട്ടാ. അച്ഛനടിക്കും. അച്ഛന് ഡെയിലി ഓരോ കോട്ട പതിവാ. ഇന്ന് പിന്നെ ഈ ക്യൂവിൽ നിൽക്കാനൊന്നും വയ്യ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് കഴിഞ്ഞ വഴിയാ. ആ അത് വണ്ടി കണ്ടപ്പോ തോന്നി. ചേട്ടാ ഒരു 10 രൂപ. 10 തീർന്നു. 25 50 100. 25 ഏതാ ഐഡിയ ആണോ അച്ഛനാണോ? ഐഡിയ. അവനെ എനിക്കിട്ട് ഇനി ഉണ്ടാക്കാൻ വന്ന എന്റെ താനിക്കോണാവാറി. നീ അത് വീട് പണി. അണ്ണാജി അതിന്റെ സൗണ്ട് പറയണ. അവന്റെ ഒരു മൽഗോവാൻ. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ആക്രിക്കാരെ മാത്രമേ വാടകയ്ക്ക് കിട്ടുന്നുള്ളൂ. എനിക്ക് പറ്റിയത് ഇവരൊക്കെ തന്നെ. ഹലോ ആരാ? ഹലോ എളയപ്പ തൊമ്മിയാണ്. മോനെ തൊമ്മി ഇളയപ്പത്തെ ഫോണോ താഴ്ത്തോട്ടെ. ഇപ്പൊ ഒരു കുന്തവും കാണാൻ പറ്റില്ല. എളയപ്പ എനിക്ക് സഹായം ചെയ്യാവോ? എന്താ? എനിക്കൊന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റുമോ എളയപ്പനെ? എടാ നീയും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് പ്രൊഡക്റ്റ് മേടിക്കാനുള്ള പൈസ കിട്ടും. 3000 രൂപ വെച്ച് കിട്ടും. അല്ലടാ എടാ അത് കഴിഞ്ഞ് നമുക്ക് നിർത്താടാ. ഞാനല്ല നീയും കൂടി പാടാ പോലു. അങ്ങനെയാണ് എനിക്ക് ആ പോർട്ട്ഫോളിയോക്കുള്ള കാശ് കിട്ടൂലേ. വാ പ്ലീസ്. അവന്മാര് നമുക്ക് പണിയാവൂ. അതൊന്നുമില്ല. ആ തൊമ്മി ആളും എടുക്കണ. അവന്റെ അപ്പം മരിച്ച പിന്നെ എന്റെ ഒപ്പം പറഞ്ഞല്ല. മോശം വരാൻ വഴിയില്ല. നിനക്കൊക്കെ വേണ്ടിട്ടാണ്. ഞങ്ങൾ നന്നായിടാം. പിന്നെ നിങ്ങൾ തമ്മിലായിക്കോ. ചേട്ടന്റെ കമ്മീഷനാരും കഴിഞ്ഞ ആഴ്ച തന്നാണെന്ന് മണിച്ചേട്ടൻ പറഞ്ഞാണല്ലോ. എവിടെ തന്നിട്ട്? ആരും എനിക്ക് തന്നിട്ടില്ല. 1 മാസത്തിനുള്ളിൽ എന്റെ ഇടപാട് തീർക്കാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ തന്നെ 2-3 മാസമല്ല. ആ പിന്നെ ഈ കാശ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പോരാ. ആ ആയിക്കോട്ടെ. ഇത് വിജയ്, ഇവൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാ പിന്നെ ഇന്ന് തന്നെ പണിക്ക് കയറിക്കും. ശരി മനസ്സിലായി. എടാ തൊമ്മി നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ ഇറങ്ങണ വെച്ചേ. പ്രേമിച്ച് കല്യാണം കഴിച്ച പല പ്രശ്നങ്ങളും ഉണ്ടാവും പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ച് കരച്ചില്ല. നിസ്സാര കാര്യത്തിന് പോലും അവൻ വലിയ പ്രശ്നമാണ്. അതിനിവിടെ ഒരാൾക്ക് കേട്ടിട്ട് ഒരു കുറച്ച് വെള്ളം വെച്ചൂടെ? ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നുമില്ല. ഞാൻ കഥകളി കാണാൻ പോയിട്ടോ. കുറച്ച് ലേറ്റോ. കഥകളിയോ? അതെന്താ പുതിയ ഏർപ്പാട്? അത് മമ്മൂന് സിനിമയില് കഥകളിക്കാരനായിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കൂട്ടണോ. ഈ രാത്രിയില്ല? കഥകളി രാത്രിയല്ലേ. ആ എന്നോടൊന്നും പറയണ്ട. അച്ഛനോട് ചോദിച്ചിട്ട് പോയാ മതി. അമ്മ പറഞ്ഞത് ഞാൻ പോയിട്ട് വരാം. അവൻ വെയിറ്റ് ചെയ്ത് കയറിക്കും. ഏയ് ബാലു, ഞാൻ പോയിട്ട് വരാം.
അങ്ങനെ നമ്മളും പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി. ആര്? ഒന്നുമില്ല. എടാ ബാലു, നിനക്ക് പേടിയാവുണ്ട? എന്ത്? എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു. ആണ്? നിനക്കായിരുന്നല്ല ഭയങ്കര നിർബന്ധം ചെയ്യാണ്ട്. എടാ സിനിമയ്ക്ക് വേണ്ടിയില്ലേ? പക്ഷെ ഞാൻ വിചാരിച്ച പോലെ സിമ്പിൾ അല്ല. ഭയങ്കര ഭീകരത, കംപ്ലീറ്റ് ഗുണ്ടകളുടെ ഇടയിൽ നമ്മൾ പെട്ടുപോയ അവസ്ഥ. ബാലു, പോലീസ് വന്നാ എന്ത് ചെയ്യും? പോലീസ് വന്നാൽ പിടിച്ച് ലോക്കപ്പിലിടും, എന്നിട്ട് പൊക്കി കൊല്ലും. അറിയാം. പിന്നെ ജീപ്പിലിട്ടുകൊണ്ട് ഇരിക്കും. മറ്റേ മാങ്ങാണ്ടിയിലുണ്ടാവും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നിനക്ക് പേടിയുണ്ടല്ലേ? ഇതേ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കരുത്. എൻ്റെ ഒരു PMP പോർട്ട്ഫോളിയോ. എടാ, നിന്നെ കൊണ്ട് അഭിനയിക്കാൻ വല്ലതും പറ്റുമോ? എനിക്ക് തോന്നണം നീ ഒരു നടനാവും. ബാലു, നീ എന്താ അങ്ങനെ പറയണേ? എടാ, നിന്റെ വണ്ടിയുടെ താക്കോല് വിജയിക്ക് കൊടുക്കും. ആ സ്പ്ലെൻഡർ. നീ അവന്റെ കൂടെ പോ. ഞാൻ പോകുന്നില്ല. എനിക്ക് അയാളെ അറിയാൻ പാടില്ല. മരിക്കാണെങ്കിൽ ഒരുമിച്ച് പിടിക്കാം. എന്ത്? പിടിക്കാണെങ്കിൽ ഒരുമിച്ച് പിടിക്കാം. ഞാൻ പോകില്ല, എനിക്കറിയാൻ പാടില്ല. എടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റൂട്ട് അറിയുള്ളൂ. എടാ, അപ്പൊ നിങ്ങൾ പൊക്കോ, ഞാനിവനും ഫോളോ ചെയ്താൽ മതിയില്ലേ? ഇവന് പ്രാന്തായ നമ്മോ നീ കിടന്ന് കളിക്കില്ല. നീ എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടാത്ത ഒരാളപ്പം ഞാൻ അങ്ങനെ പോണത്. നീ ചെല്ലുവാ. ഞാൻ വരുന്നില്ല. അതെ, നിങ്ങളിവിടെ നിൽക്ക്. ഞാൻ അടുത്ത പോയിന്റ് പോയി നോക്കിയിട്ട് ബാലുവിന്റെ ഫോണിലേക്ക് വിളിക്കാം. എന്തിനാ എന്റെ ഫോണിൽ വിളിക്കണ? എടാ, അത് ഞാൻ വണ്ടി ഓടിക്കല്ലേ. അത് എന്താടാ അവിടെ? അവർ റൂട്ട് നോക്കാൻ പോയിക്കല്ലോ മണിച്ചേട്ടാ. ആ ലോഡ് വിട്ടിട്ട് എന്നെ ഒന്ന് വിളിക്കേ. ശരി ഏട്ടാ. ഓക്കെ. കിടന്നുറങ്ങിക്കളരുതേട്ടാ. എടാ, വിജയായിരിക്കും. ഹലോ. ഇവിടെ പോലീസില്ല, ക്ലിയർ ആണ്. അവിടെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തോളാൻ പറ. ഇവിടെ ക്ലിയർ ആണെങ്കിൽ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ ക്ലിയർ ആണ്. ഹലോ. ഇവിടെ എല്ലാം ഓക്കെയാണ്. അവരടുത്ത് വണ്ടി എടുത്തോളാൻ പറ. ഓക്കെ. ഇവിടെ രണ്ട് റൂട്ടും ക്ലിയർ ആണ്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇനി 5 ട്രിപ്പും കൂടി ഉണ്ട്. 5 ട്രിപ്പാ? എന്നാ പിന്നെ വല്ലതും കഴിക്കാം. അതല്ല, ബസ്സിന് എനിക്ക് ഉറക്കം വരും. അതാണ്. അപ്പൊ എങ്ങനെ ഇനി മുതൽ പണിക്കുണ്ടാവില്ലേ? ഉണ്ടാവും ചേട്ടാ. വിജയ്, രാത്രി കാണാട്ടാ. ബാലു സെന്റ് മേരീസ് സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ? ചെറുപ്പത്തിൽ പഠിക്കുന്ന ടൈമിൽ ഒന്നുണ്ട്. അതാണ് നല്ല കണ്ടല്ല പരിചയം. വിജയ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം വേണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂൾ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്? ഏത് മേഖല? തട്ടിപ്പ് വേണ്ടി പോയി. എങ്ങനെയെങ്കിലും ഒരു നടനാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും എന്ത് ഇതിനും ഞാൻ തയ്യാറാണ്. ഭയങ്കര ഹാർഡ് വർക്കാണ് ഞാൻ. ഓക്കെ. അമ്മ ഇന്ന് ക്ലാസ്സില്ല. ആദ്യം 10,000 കൊടുത്ത് തോമസ് ചേർന്നു, പിന്നെ 10,000 കൊടുത്ത് ഇവർ രണ്ടുപേരും ചേർക്കണം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും ഓരോരുത്തരെ ചേർപ്പിക്കണം.
അപ്പൊ വീണ്ടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്കിതാവാൻ പറ്റുമോ? എടാ ഇതിലേക്ക് വരാന്ന് വെച്ചാ ഇതാണ് നീ, മനസ്സിലായ? നിനക്ക് ഇതുപോലത്തെ ആൾക്കാർ വരുമ്പോ നീ ഇതായി. അതെ, എനിക്ക് പക്ഷെ പെട്ടെന്ന് ഇതാവും. PMP 34. ഇതൊക്കെ ഒരു സേഫ്റ്റി അല്ലേ? ഈ മാർക്കോസ് ഇല്ലേ, മണിച്ചേട്ടന്റെ മുതലാളി, പുള്ളിക്ക് നല്ല ഹോൾഡാ. പോലീസൊന്നും ഒരു പ്രശ്നമല്ല, പിന്നെ വെറുതെ റിസ്ക് എടുക്കലാന്നുള്ളൂ. എങ്ങോട്ടാ എന്നും രാത്രി ആകുമ്പോ ഇറങ്ങി പോണേ? പോലീസ് വല്ല അന്വേഷിച്ച് വരുമോ? ചിലപ്പോ വരും. അങ്ങനെ വരേണ്ടി വരില്ല, ഞാൻ തന്നെ അങ്ങ് പിടിച്ചു കൊടുക്കാം. കുരുത്തം കിട്ടാൻ വല്ല കക്കാനും പോവാണ് കർത്താവേ. മണിച്ചേട്ടാ, ഞാൻ കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ നമ്മുടെ വിജയെ പോലീസ് പിടിച്ചു. അയ്യോ, എന്താ കാര്യം? കാര്യമൊന്നും കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ 1-2 ദിവസത്തേക്ക് മണൽ വരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, വിജയ് ഞങ്ങളുടെ പേരൊന്നും പറയില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ അവനെ ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട്. പുതിയ CA വന്നതിന്റെ ഒരു ബഹളവാ. പിന്നെ നീ ഒന്ന് സൂക്ഷിക്കേ. എന്റെ കൂട്ടുകാരോടൊന്നും ഇപ്പൊ പറയട്ടെ. ഓക്കെ ഏട്ടാ, ശരി, ഞാൻ നോക്കിക്കോളാം. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിഴഞ്ഞു പോവും. നിന്റെ വായിലെന്താ കോഴിക്കോട്ട് കഴിച്ചു വെച്ചിരിക്ക? അമ്മിയുടെ അല്ല തൊമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ മമ്മി? പലതൊന്നില്ലന്തേ നീ ഉണ്ടെങ്കിൽ വേറൊന്നും തടയാനില്ലന്തേ ചങ്ങാതി നീയില്ലേ പലതൊന്നില്ലന്തേ. റെഡിയല്ലേ? റെഡി സാർ, റെഡി സാർ. എന്താണ് അല്ല കിട്ടിയൊരു സാധനം വെഡിങ് ചെയ്തോ? എന്നാ അവനെ ഞാൻ കൊല്ലും. നീ മരിക്കില്ല മാരണുണ്ണി. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ തല ഇവിടെ കിടക്കും. ഇതെന്റെ വാക്ക്, ശാലത്തിന്റെ വാക്ക്. താനത് തേങ്ങോടി പറഞ്ഞത്. ശാലത്തിന്റെ വാക്ക് ഒന്നിറങ്ങി പോണം. ഇഡിയറ്റ്. ഫീല് കുറഞ്ഞ പൈസ ഒന്ന് പറഞ്ഞു പറയാം. തിരിയാൻ സമ്മതിക്കാത്തോണ്ട് മനുഷ്യന്മാരെ മെനക്കെടുത്താണ്ട് ഓരോരുത്തന്മാർ കയറി വരും. എവിടെ നിന്ന് ഇയാളിത് എന്ത് പേരൊക്കെ ആയിരുന്നു? ശാലറ്റ്, രാമനുണ്ണി, പടം, പോക്കറ്റ്. ഒരു കാര്യം പറയട്ടെ, പിണങ്ങി പോലെ. എന്താണ് അയാൾ അങ്ങനെ പറഞ്ഞു കരുതി മോൻ വിഷമിക്കൊന്നും വേണ്ടാ.
അയാളൊരു ബുദ്ധിജീവിയാടാ. എന്ത് ബുദ്ധിജീവി? മണ്ടനാണ് മണ്ടൻ. ആരെങ്കിലും നായകന് ചാലറ്റ് വരുള്ളൂ. ചാലറ്റ് ചേട്ടൻ കണ്ടോ? അതുകൊണ്ട് ചേട്ടാ ഒരു ഡയലോഗ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കും. കാണാപ്പാടം പഠിക്കണില്ലേ? അതിന് ഇത്രയും കിടന്ന് ബഹളം വെക്കാൻ അയാൾ പതിർപ്പാഞ്ചാലി ഒന്നല്ലോ. അയാള് പോലും മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവിടെ നിന്ന് സത്യത്രേനാണ് ഉദ്ദേശിച്ചത്. സത്യം നെസറൊന്നുമില്ല, പതിർപ്പാഞ്ചാലി വലിയ ഡയറക്ടറാണ്. ഒരു വക്ത ഒരാൾക്കും അറിയില്ല. അതെ, ചേട്ടനെന്താ വേണ്ടേ? എന്റെ ഒരു പരിചയക്കാരൻ ബോംബെയിലുണ്ട്. ഹിന്ദി സിനിമയുടെ തമിഴ് സിനിമയുടെ ഒരു അസോസിയേറ്റാ. പുള്ളി ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒരു മലയാളം പടം ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പിടിക്കാനായിട്ട്. അതിനകത്ത് മോന് നല്ലൊരു വേഷം ചേട്ടൻ ഉറപ്പിച്ചു. ചേട്ടാ കുറെ നാളായി ചേട്ടാ ഞാൻ ഈ ഓഡീഷൻ തെരുവിലായിട്ട് കിടക്കുന്നത്. എന്തെങ്കിലും ഒരു റോള്. മോന്റെ അഭിനയം ചേട്ടൻ കണ്ടായിരുന്നു. നല്ല കഴിവുള്ളവനാ, മിടുക്കനാ. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മോളിൽ തീർക്കാണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതാ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. ധൃതിയൊന്നുമില്ലോ? ഇല്ല, ഞാൻ അവിടെ ഉണ്ടോ. ചേട്ടാ എന്നാ വന്നെ? ചേട്ടന്റെ പേരെന്താ? പവിത്രൻ. പവിത്രൻ. ഞാൻ വരാം. പിന്നെ മക്കള് സിനിമയിൽ കയറി വലിയ ആളാക്കി ചേട്ടൻ അങ്ങനെ മറന്നിട്ടുള്ള പലരുണ്ട്. ഹലോ, മോനെ മേനകയിലല്ല കടവന്ത്ര മറ്റു പിടിക്കാനല്ലേ പറഞ്ഞേ? കടവന്ത്ര സെറ്റാണേ. എന്താ അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. പോലീസുകാരനാ, ഭാര്യ വക്കീലും. അപ്പൊ മോളെന്താണ്? മോളുണ്ടോ അവർക്ക്? ഞാൻ കണ്ടില്ലല്ലോ. അപ്പുറത്തൊരു പെൺകുട്ടി നിൽക്കണോട് തോന്നിയായിരുന്നു. അവന്റെ ഒരു തോന്നല് ചേച്ചിയുടെ വഴി പോകുന്നുണ്ടോ? പപ്പടമില്ലേ? പപ്പടം വേണമെങ്കിലേ വാങ്ങിക്കൊണ്ട് വരണം. അല്ലാതെ എനിക്ക് മാജിക് ഒന്നും അറിയില്ല. ചോദിക്കുമ്പോഴേക്ക് എടുത്തു തരാം. ഹലോ, ബാലു അല്ലേ? ഇത് ആലുവ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്. ഒന്ന് പോയടാ തടിയോടൊന്നും. നീ വേറെ ആരെങ്കിലും പറ്റിക്കാൻ നോക്ക്. രാവിലെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം. എന്ത് വൃത്തിയിട്ട തോണ്ടടാ. ബാലു, ഇത് ശരിക്കും ആലുവ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. മനസ്സിലായോ? സോറി സാർ, ഞാൻ എന്റെ കൂട്ടുകാരനാന്ന് വിചാരിച്ചു. എന്താ സാർ? ബാലു, അത് സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് പറയാം. അല്ല സാർ, എടാ പാസ്പോർട്ടിന് വേണ്ടിയായിരിക്കും. അങ്ങനെയാണ് പോലീസ് വിളിക്കും. ചിലപ്പോൾ വീട്ടിലും വരും. എന്റെ വീട്ടിൽ വന്നാ. അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. നീ അപ്ലൈ ചെയ്യണമെന്നില്ലോ. നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ അപ്ലൈ ചെയ്യാലോ. ഇവനറിയാണ്ടേ പുള്ളി അപ്ലൈ ചെയ്യണ്ടാവും. ഇതൊന്നല്ല. എന്റെ വീട് ഞാൻ മണൽവാരലിന്റെ കാര്യം വല്ലോണെന്നാ. മണലൊന്നല്ല, അവിടെ ഒന്നും ഒരു പോലീസ് ഉണ്ടായിരുന്നില്ല. 3:30 സേവ്സ് കോളേജിന്റെ ഫ്രണ്ടിൽ പോയാ. ഒന്ന് പോടാ. എന്ത് കോപ്പാണ്? എനിക്കറിയാൻ പാടില്ല. സേവേഴ്സിന്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം പറ്റും. പിന്നെ അല്ലെങ്കിൽ സിഗ്നൽ എത്തിക്കണം. എടാ ബാലു, കുറച്ചു ദിവസം മുമ്പ് വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു? നീ എന്താ ഞങ്ങളോട് നേരത്തെ പറയുന്നത്? അല്ല, പക്ഷെ അത് മണലിന്റെ അല്ല, എന്തോ കൊഴൽപ്പണം കിടത്തിയ കേസിനാന്ന് പറഞ്ഞു. പിന്നെ മണിച്ചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറയണ്ടാന്ന്. ഞാനോർത്തപ്പോ നിങ്ങൾ വെറുതെ എന്തിനാ പേടിപ്പിക്കണെന്ന് വിചാരിച്ച്. പേടിക്കണ്ടെന്നാ? എന്നിട്ട് ഇപ്പൊ എന്തായി? നിന്നൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചില്ല. എന്നെ മാത്രമല്ലേ വിളിപ്പിച്ചത്? എടാ, പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിജയനെ അറിയോന്ന് എന്തെങ്കിലും ചോദിക്കും. അങ്ങനെ മണിച്ചേട്ടൻ പറഞ്ഞേ. മണിച്ചേട്ടൻ അവന്റെ ഒരു മണിച്ചേട്ടൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഈ പരിപാടിക്ക് ഞാനല്ലെന്ന്. നിനക്കൊക്കെ വേണ്ടി ഓരോന്നും ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിലറിഞ്ഞ എന്ത് ആവശ്യമുണ്ടായിരുന്നില്ല. ബാലു, എന്താണ്? എന്തുണ്ടായാലും ഞങ്ങൾ ഉണ്ടാവില്ല എന്റെ കൂടെ. ആരുണ്ടാവുന്നു? ഞാനും. എന്തിനാന്നിട്ട്? എടാ, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കി എടുക്കടാ. ഒരുമിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാല്ല. ഒന്ന് പോടാ. ഒരുമിക്കാൻ വന്നു.
അറിയില്ല, പോലീസ് വിളിക്കൂ. ഇവർക്ക് 3 പേർക്കും ക്വാർട്ടേഴ്സ് ഇഷ്ടമല്ല. എവിടെ പോയാലും 1 മാസത്തിനുള്ളിൽ വേറെ വീട് അന്വേഷിക്കണം. അത് ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ ഒരു സൗകര്യമില്ല. ഒരു 3 ആഴ്ച ഒരു കണക്കിനെ ഞങ്ങൾ കൊണ്ടുപോയത്. ആ എന്തെങ്കിലും എടുത്ത് കഴിക്ക്. വേണ്ട. കഴിക്കുമോളെ? വേണ്ട അങ്കിൾ. ആ ഇതാണ് രണ്ടാമത്തെ ആള്, നമ്മുടെ പുതിയ അയൽപക്കക്കാരാ. സാറാണ് ഇവിടുത്തെ CI. എന്താ പേര്? ബാലശങ്കർ. പഠിക്കാണോ? ആ M.Com ക്യൂൻമാസ് കോളേജിൽ. ഏത് ഇയർ? ഫസ്റ്റ് ഇയർ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ഇവിടെ അവിടെ M.Com ചേർന്നത്. നീ കണ്ടിട്ടില്ലേ മോളെ? ഞാൻ കണ്ടിട്ടില്ല. വേറെ ബാച്ച് ആയിരിക്കും. എത്ര ബാച്ച് ഉണ്ട് അവിടെ? അതിനവിടെ M.Com ഒരു ബാച്ചല്ലേ ഉള്ളൂ അല്ലടാ? ആ. മോളെപ്പോഴാ ജോയിൻ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച മുതൽ അവിടെ ക്ലാസ് ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ നീ ഞങ്ങളോട് നുണ പറഞ്ഞാണോ? ആണോടാ? എന്താടാ ഒന്നും മിണ്ടാത്തത്? എന്ത് ചോദിച്ചാലും ഇങ്ങനെ കുന്തം പോലെ നിന്നാ മതിയല്ലോ. ഇതിനാണോ നീ ആ പാരലൽ കോളേജിൽ പോയി ചേർന്നത്? നീ ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല. കള്ളം പറഞ്ഞിട്ടല്ല. അവന്റെ മുഖം കണ്ടാണോ? തീരുമാനമായിട്ടുണ്ട്. അതിന് ഞാനെന്ത് ചെയ്തു? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? നോക്കണ്ട, ഇങ്ങ് പോര്. നീ എന്തിനാ കഥകളി കാണാൻ പോയിന്ന് പറഞ്ഞത്? നിനക്കൊല്ല നാടകം കാണാൻ പോയിന്ന് പറഞ്ഞ പോരായിരുന്നു. ഇതേ മമ്മ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കില്ലട്ടാ. എന്റെ ഇപ്പത്തെ സിറ്റുവേഷൻ ഒന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ബാലു, നിന്റെ അച്ഛൻ കഥകളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ ജീവിതത്തിൽ ഒരു കഥകളി പോലും കണ്ടിട്ടില്ല. എന്നാ പോയി കാണാം. എവിടെ പോയി കാണാൻ? എനിക്കറിയാൻ പാടില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. വല്ല വാനപ്രസ്ഥം ഇരുന്ന് കാണാൻ നോക്ക്. വാനപ്രസ്ഥോ? അപ്പൊ നീ കഥകളി കാണാനല്ലേ പോയത്? ബാലു വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ? ബാലു വാ, കട്ട് ചെയ്താ. അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞാലാ ബാലുവിനും മമ്മൂനും വിജയായിട്ട് യാതൊരു ബന്ധമില്ല, ഞാൻ വഴിയാണ് ഇവർ വന്നതെന്ന്. ആ കൊള്ളാടാ കൊള്ളാം. നീ അങ്ങനെയെന്ന് പറഞ്ഞാൽ മതി, അവര് വിശ്വസിച്ചോളൂ. ആചാരെ ഒന്ന് പറഞ്ഞു മനസ്സിലായി, നമുക്ക് പണിയുണ്ടാക്കി. അല്ല ഇപ്പൊ ഞാൻ കാരണം കൊണ്ട് എന്റെ കൂട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആളൊന്നുമില്ലടാ, നീ ആട് വലിച്ചേ വലിക്കടാ. ആചാരെ എനിക്ക് ഒന്നുകൂടെ കട്ടിക്കൊഴിച്ചേ. സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ കണ്ടിട്ട് വിജയന, അല്ലാതെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്നിട്ട് നിന്റെ നമ്പർ അവന്റെ ഫോണിൽ സേവ് ചെയ്ത് കിടപ്പുണ്ടല്ലോ. കുറെ മെസ്സേജസും കാണാനുണ്ട്. ഇല്ല സാർ, മെസ്സേജ് ഒന്നും അയച്ചല്ല. മാച്ചിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, നമ്പറും ട്രേസ് ചെയ്യാൻ പറ്റും. അവസാനം ഞാനങ്ങനെ ചെയ്തിട്ട് നീ അവനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ. ഇല്ല സാർ, എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. നീ ആ ഫോൺ എടുത്തേ. തിരക്കാണ്, ചാളടക്കണ പോലെ ആളുകൾ കുത്തിക്കാറ്റത്. പിന്നെ ഇത്രയും തിരക്കാവുമ്പോ ഇടയ്ക്ക് തൊട്ടുമുട്ടൊക്കെ ചെയ്യും. ടാക്സി പിടിച്ചു പോട്ടെ. ഞാനൊന്നും ആവില്ല. എന്റെ കയ്യിൽ കൊടിയിലായിരുന്നു. ആ കൊടേനെ മുട്ടാനും കൊണ്ടായിരിക്കും. മിണ്ടരുത്, അവിടെ പോയിരിക്കണേ. നിന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ SBTയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. എവിടെ? അവിടെ ആലോ ബ്രാഞ്ചിൽ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ കോമന് പഠിക്കണം. വിജയ് പോൾ. ആ വിജയായിട്ടുള്ള കൂട്ടോട്ടൊന്നും അത്ര വേണ്ട. ഇല്ല സാർ, അപ്പൊ അത്ര നല്ല ആളല്ല. ഓക്കെ ശരി. എന്താടാ, കുഴപ്പമൊന്നുമില്ല. ഇനി പരിപാടിക്ക് ഇറങ്ങി ആദ്യം ഇട്ടിട്ട് നമ്മൾ എൻ്റെ അടുത്ത് കിട്ടും. ആ ടീമായിട്ട് ഒരാടപാടും വേണ്ട. ഇല്ലടാ, പോണ്ടർ ഇവിടെ തന്നെ കിടക്കാം. ഇവിടെ എന്റെ ഭാഗ്യത്തിന് ആ CA അവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വീട്ടിലൊക്കെ അറിഞ്ഞ ഓഫീസ് അപ്പുറത്താ. വലിയ കോമഡി അടിക്കാൻ കിട്ടും. എവിടെ തടിയൻ ഈ പരിസരത്താണല്ലോ. അവൻ വീട്ടിലാണ്, നീയല്ല വരണ്ടെന്ന് പറഞ്ഞു. വരണ്ടെന്നുണ്ടപ്പോ തന്നെ വീട്ടിൽ കയറി ഇരിക്കണേ. മാതുലി എല്ലാത്തിനും കൂടെ ഉണ്ട്, ഒപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
പോലീസ് സ്റ്റേഷൻ. എടാ തുമ്മി, അവൻ പോലീസിനോട് എന്റെ പേര് പറഞ്ഞല്ല. ഇപ്പൊ പോലീസിന് എന്റെ പേര് അറിയാല. അപ്പൊ പോലീസിനെ വിളിപ്പിക്കൂടാ. And the second category is not ordinarily resident in India, and the third one is not resident in India. ടീച്ചർ, നിനക്കൊന്ന് നേരത്തെ ക്ലാസ്സിൽ വന്നൂടെ? പാലത്തിൽ ബ്ലോക്ക് ആയിരുന്നു. പാലത്തിൽ എന്താണ് നിനക്ക് ബ്ലോക്ക് കിട്ടാത്തത്? ആ കയറിപ്പോ. എടോ, തന്നെ കുറച്ച് ദിവസമായല്ലോ ക്ലാസ്സിൽ കണ്ടിട്ട്. അത് ചേച്ചി ഹോസ്പിറ്റലായിരുന്നു, അപ്പം കോഴിക്കോട് വരെ ഒന്ന് പോകേണ്ടി വന്നു. അതെ, പാരലൽ കോളേജാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നീ എവിടെയല്ലേ? ഞാൻ എത്ര ദിവസം അന്വേഷിക്കണ. എനിക്ക് കുറച്ച് പണിയുണ്ട്. അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു പെണ്ണിനെ കിട്ടി. എനിക്കൊരു പെണ്ണിനെ കിട്ടിയെന്ന്. ആരാണ് ചെയ്ത? നമ്മുടെ മോണിക്കയുടെ തൊട്ട് പ്രതിരിക്കല്ലേ, പുതിയ പെൺകുട്ടിയാ, നിത്യാത പേര്. നിനക്ക് അവളുടെ അച്ഛനാരാന്നറിയും? അവളുടെ അച്ഛനാരായാലും ഞാൻ തോന്നും, ഞാൻ അവിടെ തന്നെ കിട്ടുള്ളൂ. ഞാൻ ക്ഷണിച്ചേറാം. നീ വേണമെന്നെ ഹെൽപ്പ് ചെയ്യാൻ. കൂട്ടുകാരെ ഹെൽപ്പാണ് പരിപാടി ഞാൻ നിർത്തി. നീ അങ്ങനെ പറയരുത്. നീ വേണം എനിക്ക് ചാലാക്കി തരാൻ. നീ എനിക്ക് വാക്കെന്നാണ്. അവൾ ആദ്യം ക്ലാസ്സിൽ കയറി വന്ന അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. കണ്ട കണ്ട അവളെ നോക്കണണ്ട. നിങ്ങൾക്ക് ആ ബൂട്ടാന്റെ സ്കീമിൽ ലോട്ടറി ഒക്കെ നോക്കിയാൽ പോരെ. ഇത് സംഗതി റിസ്ക്കാ മർക്കോസെ. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയതുപോലെ അല്ല, സ്ട്രിക്റ്റ് ചെക്കിങ്ങാ. ഒരു പരിപാടി നടക്കില്ല. സാറിന്റെ റേറ്റ് പറ. എനിക്കെന്തായാലും ആ ലോട്ടറിയുടെ നമ്പർ വേണം. 1 കോടി രൂപ. അത് കൂടുതലല്ലേ? ഞാൻ മാത്രം വിചാരിച്ച പോരല്ല മർക്കോസെ. എന്റെ വെളി പലരും ഇല്ലേ, അവരോട് സഹായിക്കണ്ടേ? ആ പിന്നെ 3 കോടി ടിക്കറ്റ് അല്ലേ, അത് എത്ര രൂപ മർക്കോസ് ഉണ്ടാക്കി തരുമെന്നൊക്കെ എനിക്കറിയാം. 10 ലക്ഷം അഡ്വാൻസ്, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട്. അഡ്വാൻസ് 25 ലക്ഷം തന്നെ വേണം, എല്ലാം ഒന്നും നടക്കില്ല. ശരി, അങ്ങനെ ആട്ടെ. ഓക്കെ. എടാ, ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതാ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? മമ്മി കാശ് കൊടുത്തില്ല, അവന്മാര് വണ്ടി കൊണ്ടുപോകും. മമ്മി ആ കൊണ്ടുപോട്ടെ. ഇതൊക്കെ വാങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. പണി എടുത്ത് അടച്ചൂടെ? മമ്മി എന്തിനാ മമ്മി, ആകെയുള്ള വണ്ടിയല്ലേ, ഇവിടെ ആരെങ്കിലും കാശ് വെച്ച് മേടിച്ചു. എടാ, ഞാൻ ഇനി ഇവിടെ കടം ചോദിക്കാൻ ആരും ബാക്കിയില്ല. ഞാൻ 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് വരില്ല. ആ നന്നായി, 1 മാസത്തേക്ക് അങ്ങോട്ട് വരണ്ട, സമാധാനം ഉണ്ടാവുമല്ലോ. ഹലോ ടോമി, ഞാൻ വിളിച്ചതേ നമ്മുടെ പരിപാടിക്ക് ഒരു ഉഗ്രൻ സ്കീം വന്നിട്ടുണ്ട്. നിങ്ങൾ 3 പേരും കൂടി 30,000 രൂപ ഇടണ്ട, 25,000 രൂപ ഇട്ടാ മതി. കഷ്ടി 2 ആഴ്ചയുള്ളൂ സ്കീം. ആ ഞാൻ എടുത്തോളാം ഏട്ടാ. എനിക്ക് ചേട്ടൻ വൈകുന്നേരത്തേക്ക് ഒരു 1,500 തരാവോ? ഹലോ, ഒക്കെ പിച്ചക്കാരാണല്ല ചേട്ടാ. ഉപ്പിട്ടുണ്ട്. എടാ, നീ തന്നെ കൊടുത്തു മതി, എന്നാലും ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവള് ശരിക്കും നീ ഒരു എടുത്തു തരണം. എടപാലും നിനക്കറിയാലോ, ഞാൻ ഇതിട്ട് ഒരു പെണ്ണിന് ഒരു 5 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല. എനിക്ക് പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ആകെ വിറയിലൊക്കെ ആകെ പ്രശ്നമാവും. ഈ കോംപ്ലക്സിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. എന്നാ നീ ആദ്യം പോയി അതിനൊരു ഡോക്ടറിനെ കാണാം. എടാ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. നീ റെഡിയാക്കി തന്നെ ഞാൻ നോക്കിക്കോളാന്ന്. അല്ലടാ, ഞാൻ നോക്കാം. എന്താടേ ഇങ്ങനെ പറയണത്? ഭയങ്കര കഷ്ടമുണ്ടാണ് നീ ചെയ്തത്. കൊണ്ട് കൊടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന്. റെഡി ആവേണെങ്കിൽ ഇതേ ഞാൻ നോക്കിക്കോളാം. നീ ഞാൻ പറയണ കേൾക്കില്ല. അവള് വരാറായി, നീ ഇത് കൊടുത്ത് ഓക്കെ ആക്കി തന്നെ. നീ എനിക്ക് ദേവന് ദേവന് വേഞ്ചല് വേഞ്ചല് അല്ല ഓക്കെ ആക്കണോട്ടാ. ബുക്കിനെടുത്തോളാം, നീ വേഞ്ചല്. അല്ലാ കബൂലാക്കണേ. നമ്മുടെ ക്ലാസ്സിൽ അനീജ് എന്നതാ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അനീജോ? ഏത് അനീജ്? അനീജിനെ അറിയില്ലേ? നമ്മുടെ ക്ലാസ്മേറ്റ്, എന്റെ അപ്പുറത്തിരിക്കുന്ന നല്ല കറുത്തിട്ട് മുഖത്ത് കുഴിയൊക്കെയുള്ള. എനിക്കറിയില്ല. എന്നാ കത്ത് എന്നാ കത്ത് തിരിച്ചു. ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അല്ല, അത് അതെ, ആ മറുപടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ പറയണ്ട. തന്റെ എന്റെ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ.
എടോ അവന് പേടിയായിരുന്നു ഞാൻ തന്നുള്ളൂ. ഇവിടെ വീട് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞ അവളെ നിന്നെ നോക്കാറുണ്ട് ചിരിക്കാറുണ്ടെന്നാ? പൂവാടാ അവളെന്നെ നോക്കാറുണ്ട് ചിരിക്കാറുണ്ട്. മാങ്ങയാണ് അവള് വേറെ എല്ലാവരും നോക്കി ചിരിച്ചത്. അനീജെന്ന് പറഞ്ഞപ്പോ അവളെ ഏത് അനീജെന്നാ ചോദിച്ചത്? ഏയ് അവൾ അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞത് പോട്ടെ. നമ്മളെ ക്ലാസ്സിൽ കാണാനല്ല, വീട്ടിലൊക്കെ അങ്ങനെ പോയി കാണോ? ഡാ ബാലു നീ കേട്ടെന്നെ കുഴപ്പമായിരിക്കുള്ളൂ. അവളങ്ങനെ പറയില്ലടാ. നീ മൊത്തത്തിലൊന്ന് ഡോക്ടറിനെ കാണാൻ നല്ലതാ. എന്താ നീ അവള് ഉണ്ട് എവിടെ നിന്റെ പുറകില്? എങ്ങനെ ദേഷ്യത്തിലാണോ? ആണോ? ആണോന്ന് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. ആടാ ദേഷ്യത്തിലാണ്ടാ. രണ്ടിലിന് വല്ല തെറ്റുണ്ടാ? എനിക്ക് പേടിയാവണ്ടേട്ടാ. എന്തായാലും നീ പേടിക്കാണ്ടിരിക്കും. നമുക്ക് വന്നോളാണോ? താനാണോ അനീജ്? വെല്ലടിക്കാറായോ? താനാണോ അനീജ് എന്ന്? പോയാ ഞാനൊരു അടി കിട്ടുമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, ആദ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ ക്ലാസ്സിൽ കയറണ്ട. നീ ഇതിന്റെ ഇടയിൽ ഇമെയിൽ കയറുന്നല്ലേ? എനിക്ക് അങ്ങനെ എന്തിനാ പറഞ്ഞാ പോരാ? എന്താണ് സോറി ഐ ലവ് ബാലു. ജീവിതത്തിൽ പകർത്തുവാനും സഭയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവള് നിന്നെ ഊശിയാക്കിയത് നിനക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പൊ അങ്ങനെ നീച്ച് വിചാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ അവന്റെ ഇടയിൽ കൂടി ലൈൻ പഠിച്ചോണ്ടിരിക്കുന്ന. നീ ശരിക്കും അവളെ ലൈൻ അടിക്കില്ല? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള. നീ എന്താ ചിരിക്കണ? ഞാൻ പറഞ്ഞില്ല. എടാ സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള. എടാ പള്ളിക്കകത്ത് വെച്ച് നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയുഷ്കാലം മുഴുവൻ നുണയായിട്ട് എനിക്കുള്ളൂ. പ്രേമല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നീ കാര്യം പറഞ്ഞു. അതല്ല മുസ്ലിം പള്ളിയിൽ. മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളിയൊന്നും ഇല്ല, എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ചെറുതായിട്ട് എന്തോ തോന്നിയിട്ടുണ്ട്, പക്ഷെ മൊത്തത്തിൽ പ്രേമമായിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇൻഫാച്വേഷൻ ആയിരിക്കും. ഒരു പേര് അത് തന്നെ. പറവയായി പറന്നു പോകുന്നിതാ ചിറകിലാനന്ദമായി ഇണകളായി നീതാ മണികളായി ഉതിർന്നു വീഴുന്നിതാ ചൊടികളാലോലമാ തളിരിടുന്നു ഇനിതാ അരിയലോലമർമരങ്ങളാലെ പുളകമായി വിരിഞ്ഞു മാറവേ ഇളകി വീണിതെന്റെ ഉള്ളിലാകെ പ്രണയമായി നിറഞ്ഞു പേയവേ നീയാവോളം നീയാവോളം ഞാനാകിയും നീയാണെന്നും. ബാലു ബാലു എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഞാൻ അന്നേരത്തെ ഒരു ദേഷ്യത്തിന് അങ്ങനെയൊക്കെ എഴുതിയതാ, അല്ലാതെ എനിക്ക് തന്നോടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി എന്നെ ശല്യപ്പെടുത്താൻ വന്ന ബാലുവിന്റെ അച്ഛനോടും അമ്മയോടും എനിക്കിത് പറയേണ്ടി വരും. അതെ, ഭീഷണിപ്പെടുത്തണോ? ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണേ. വലിയ പേടിപ്പിക്കാന്നൊക്കെ. താൻ ആരാന്ന് വിചാരം? ഐശ്വര്യൊന്നുമല്ലല്ലോ, വലിയ ആളൊന്നും നിൽക്കണം. തന്റെ പുറകിടന്ന് പ്രേമിക്കാൻ തന്നെ. പക്ഷെ തന്റെ ഇപ്പത്തെ സംസാരം കേട്ട് ഞാൻ മനസ്സിലായി തന്നെ കട്ടമണാളെയും കട്ടപ്പോകയെന്ന്. എന്റെ ജീവിതം എന്തായാലും കട്ടപ്പോകാൻ ഞാൻ ഉദ്ദേശിക്കില്ല. ശരിയെന്നാ.
നമ്പറിനാണ് ഇപ്രാവശ്യത്തെ 3 കോടി അടിക്കാൻ പോകുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി അടിമുടി മാറ്റങ്ങളോടെ അടിപൊളി സമ്മാനങ്ങളോടെ പരിഷ്കരിച്ച സമ്മാനഘടനയിൽ നിനക്ക് നമ്മുടെ കടയിൽ നിന്ന് ലോട്ടറി എടുക്കുന്ന സേവനം അറിയോ? അവസരങ്ങളുമായി മെഗാ ബമ്പർ മെഗാ ബമ്പർ മെഗാ ബമ്പർ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആശാന്റെ റേറ്റ് തങ്കത്തരിവള നെഞ്ചത്തു ചാർത്തിയ അനുരാഗിയ മനസ്സിലായില്ല? ഇല്ല. സുന്ദരിയേവാ വെണ്ണിലവേവാ ഇതുപോലത്തെ ഒരു ആൽബത്തിൽ അഭിനയിക്കണം. സംഭവം ഹിറ്റായ ഞാൻ ക്ലിക്കായി. പക്ഷെ മ്യൂസിക് ഡയറക്ഷനൊക്കെ ഒരു തന്നെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ പൈസയാണ് പ്രശ്നം. അതിലിപ്പോ ചെയ്യാ. നീ ഇപ്പൊ മതിലൊക്കെ ചാടാൻ പഠിച്ചില്ലേ? കക്കാൻ പോയിക്കോ. എന്താടാ മനുഷ്യനെ തൂറാനും സമ്മതിക്കില്ല. 110, 201 ആശാനാണ് കൊണ്ടുപോയത്. 110, 201 കേരള ബമ്പർ ആശാനാണ് കടയിൽ നിന്ന് കൊണ്ടുപോയത്. അതെ. എന്നിട്ട് അതെന്ത് വിറ്റ് വിറ്റ നീ കാര്യം പറടാ. ആ നമ്പറിനാണ് ഇപ്രാവശ്യത്തെ 3 കോടി അടിക്കാൻ പോകുന്നത്. അത് അതെ, ആ നമ്പറിനാണ് ഇപ്രാവശ്യത്തെ 3 കോടി രൂപ അടിക്കാൻ പോകുന്നത്. ആർക്കാ വിറ്റെന്ന് വല്ല ഓർമ്മയുണ്ട? എടാ ഞാൻ സഹായിക്കടാ. കണ്ട, ഇതാണ് ഫ്രണ്ട്. പന്ത് മേപ്പോട്ടിട്ട് പിടിക്കാൻ ആർക്കും പറ്റും. ഒരു ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. മൊത്തം പൈസ ഒന്നും ഇപ്രാവശ്യം ബമ്പറ അടിച്ച 3 കോടിയാ. നിന്നെ വെച്ച ആൽബം അല്ല, പടം പിടിക്കും ഞാൻ. പടം നിനക്കൊല്ല ട്രെയിന് തല വെച്ചു കൊടുക്കും. നീ വെറുതെ കൊതിപ്പിക്കാനായിട്ട് തെണ്ടി എല്ലാ പ്രാവശ്യവും. എന്റെ മനസ്സ് പറയണ്ട ഇത് അടിക്കും. ആ 5 ടിക്കറ്റ് ആർക്കൊക്കെ കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ? അതിപ്പോ 2 ആർക്കാ കൊടുത്തതെന്ന് എനിക്കൊരു പിടിയില്ല. ബാക്കി 3 അതറിയാം. എല്ലാം കഴിഞ്ഞ് 25 ലക്ഷം തരും. അവസാനം ഇങ്ങോട്ടൊരു സംസാരത്തിന് ഇടവരരുത്. എടാ നമ്മുടെ കൂട്ടത്തില് പുറത്തേക്ക് ഇവൻ ആളെങ്ങനെയാടാ? പുള്ളി നല്ലതാണ്, വിശ്വസിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരൊന്നും വേണ്ട. എല്ലാവർക്കും ഒരു ഗുണ്ടാ ലുക്കാ. കണ്ടാൽ തന്നെ അടുപ്പിക്കാൻ തോന്നില്ല. ഞാൻ വേറെ പിള്ളേരെ നോക്കാൻ പറ്റണേ. ലുക്കില്ലാത്ത പിള്ളേര് വേറെ. നീ ആരെ വേണേലും നിർത്തിക്കോ. അവസാനം കാശ് ചോദിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. പിന്നെ ഈ അടിയിടി കുത്തൊന്നും വേണ്ട. കാര്യങ്ങളൊന്നും പുറത്തോട്ട് പോകാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഫസ്റ്റ് ഓർമ്മ പോയി കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ മോഹനെ മാറ്റി. മമ്മി, ഒരു 2 ലക്ഷം രൂപ നമ്മുടെ ബാധ്യതയ്ക്ക് തീർത്ത് ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ലേ? പറ്റും. നമുക്ക് അണ്ണാച്ചിയാരുടെ അടുത്തുനിന്ന് 2.5 ലക്ഷം ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് തന്നെ 10 ലക്ഷം രൂപ എടുത്താലോ? നിന്റെ ബൈക്കിന്റെ തീർത്താ? ആദ്യം ആ ലോൺ തീർക്ക്. വീടിന്റെ കാര്യം മമ്മി നോക്കിക്കോളാം. അവന്റെ ഒരു അണ്ണാച്ചി. മമ്മി, ഈ ലോകം മാറിക്കൊണ്ടിരിക്കാണ്. മമ്മി കടയിലിരുന്ന് തുണി മുറിച്ചോണ്ടിരിക്കും പോലെ അല്ല. മമ്മി തുണി മുറിക്കണോണ്ടാ മോനെ ഇരുന്ന് കഴിക്കണത്. ഏത് ചോറ് വെച്ചാറോ? ഹലോ. മോന് തമ്മി, ഒന്ന് പുറത്തേക്ക് വന്നേ. ഞാനിവിടെ നിന്റെ വീടിന്റെ പുറത്തുണ്ടാ. അതെ തന്നെ. എടാ നീ എങ്ങോട്ടാ? കഴിച്ചിട്ട് പോ. ആശാനെ, ഇത് നമ്മുടെ കയ്യിൽ വന്ന മഹാലക്ഷ്മിയാണ്. അവന്മാർക്ക് വെറുതെ 3 ലക്ഷം രൂപ കൊടുക്കണം. 1 ലക്ഷം കൊടുത്ത് നൈസായിട്ട് ഒഴിവാക്കിയാ പോരെ? എടാ നീ വിചാരിക്കണം അത്രയും മന്ദബുദ്ധികളല്ല അവര്. നമ്മൾ പറയണം മുഴുവനും കട മുടങ്ങാനായിട്ട്. അല്ല, കയ്യിലെ കാശ് പോകുമ്പോ ഉണ്ടാവുന്നൊരു നെഞ്ചിരിച്ചില്ലേ? അത് ചെയ്യാൻ നിൽക്കണ്ട. മണിച്ചേട്ടാ എന്താ? എടാ നിനക്കും നിന്റെ കൂട്ടുകാർക്കും ഗുണമുള്ളൊരു കാര്യമാണ്. ചെയ്യാൻ പറ്റുമോ?
ഇതാണോ നിന്റെ കൂട്ടുകാരൻ? ജോലിയുടെ കേസ് പറയാൻ വേണ്ടി വന്നാണ്. എന്ത് ജോലി? നിന്നോട് പറഞ്ഞിട്ടില്ലേ അയാളോടൊരു ബന്ധം വേണ്ടാന്ന്? എടാ, അയാൾ പോലും ചതിയൻ ഈ ലോകത്തുണ്ടാവില്ല. മമ്മിക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? അങ്ങനെ എന്ത് ചെയ്തിട്ടാ? ആ, ഒന്നും ചെയ്യാഞ്ഞിട്ടാണല്ലോ അയാളുടെ ഭാര്യ മക്കൾ ഇട്ടിട്ട് പോയത്. തൊമ്മി, എടാ എടാ, നിന്റെ അപ്പനും കൂടെ അവകാശപ്പെട്ട വീടാ അയാൾ തട്ടിയെടുത്തോണ്ട് പോയത്. എന്നിട്ടിപ്പോ അയാളുടെ കൂടെ അവന്റെ കൂട്ട്. അച്ഛനെ, അവസാനം അവന്മാര് നമുക്കിട്ട് പണിതിട്ട് പോവുക. അവന്മാരാ? എടാ മണി, ഇതിന്റെയൊക്കെ അപ്പനെ വിറ്റ കാശന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചോര ആയതുകൊണ്ട് പറഞ്ഞതാ. പവിത്രൻ ചേട്ടാ, അതെ, ഈ 2 ലക്ഷം എന്നുള്ളത് ഒരു 50,000 പറ്റുമോ? മോനെ, ഈ റോഡ് ചെയ്യാൻ വേണ്ടി 5 ലക്ഷം രൂപ എത്ര പിള്ളേരെ പുറകെടുക്കണമെന്നറിയോ? അപ്പഴാ നിന്റെ ഈ 50,000. പിന്നെ ഞാനും ഈ ഡയറക്ടർ തമ്മിൽ ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ടായി 5 എന്നുള്ളത് 2 തന്നത്. പിന്നെ 30 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാൻ ഒരു കാര്യം പറയാം. സിനിമയിൽ ഒരു അവസരം ഉണ്ടാവുള്ളൂ, അപ്പൊ കയറി പിടിച്ചോളാം. ഇപ്പൊ മോന്റെ അവസരം. അവരെ നിനക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ഈ സിനിമ നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും. അലുസ്താബൊക്കെ കാശ് പണമുണ്ടാക്കാനുള്ള മനസ്സ് നീ കാണിച്ചാൽ മതി, അത് താനെ നിന്നിലേക്ക് എത്തിച്ചേരും. നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിത്യ, ഞാനെന്നങ്ങനെയൊക്കെ പറഞ്ഞത് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ബാലു, എന്നെ കെട്ടുന്ന ആളുടെ ജീവിതം കട്ടപ്പോയാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാണ്. അതെന്തായാലും കട്ടപ്പോയിരിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ്. അവരുടെ ഞാൻ ഇവിടെ ലൈബ്രറി. ഞാൻ പറയാം. $110,201. ഇതുപോലെ നടക്കണ പരിപാടിയാണ്. അത് ഈ അടിക്കാൻ പോണ ലോട്ടറി നമ്പറൊക്കെ എങ്ങനെ നേരത്തെ അറിയാനാ? എടാ, മാർക്കോസ് മുതലാളി എന്ന് പറഞ്ഞാൽ ലോട്ടറി രാജാവാണ്. പുള്ളി വിചാരിച്ച ഇതല്ല, ഇതിലപ്പുറം നടക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇത് പിടിച്ചു. നമ്മൾ ഈ പരിപാടിക്ക് പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. എടാ ബാലു, ഇത് അത്ര റിസ്ക് ഉള്ള പരിപാടിയല്ല. 10 ലക്ഷം രൂപ കിട്ടും, 3 ലക്ഷം നമുക്ക് വരും. എടാ തൊമ്മി, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഈ പരിപാടിക്ക് പോണില്ല, അത്രേ ഉള്ളൂ. എടാ, ഞാൻ ഇതിനെ കുറിച്ച് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ നേരിട്ട് പൊക്കോളാനാ. എടാ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എത്ര പൈസ കൊണ്ട് നീ ഇത്ര മണ്ടനാണോ മമ്മു? നിന്നോട് ഞാൻ ഇതിന് മുമ്പും പല പ്രാവശ്യം പറഞ്ഞേക്കണത്, ഈ കള്ള കൂടോത്ര ഫ്രോഡുകൾ പറയണമല്ല നീ ജീവിക്കേണ്ടത്. നിന്റെ ജീവൻ തീരുമാനിക്കേണ്ടത് നീയാണ്. അതൊക്കെ അവന്റെ വിശ്വാസമല്ലേ? നീ എന്തിനാ അതേ കയറി പിടിക്കാൻ നിൽക്കണത്? ഓരോരുത്തർക്ക് അവരവരുടെ വിശ്വാസമില്ലേ? തൊമ്മി, നീ എന്റെ ഇടയ്ക്ക് വേറെ വർത്തമാനം പറയാൻ നിൽക്കരുതാ. ഞാൻ ആരെയും വിശ്വാസത്തിൽ കയറി പറഞ്ഞിട്ടൊന്നുമില്ല, വേണമെങ്കിൽ മനസ്സിലാക്ക്. നീ വിചാരിക്കണ പോലെ അല്ല. എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഉസ്താദാ. ഇതുവരെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എടാ ബാലു, ഇത് അവന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ റോൾ അവന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയണത്, അല്ലെങ്കിൽ അവന് മിസ്സാവും. അത് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കുഴിച്ചാടിക്കാൻ നിൽക്കണ തൊമ്മി. നിനക്ക് ഞാൻ ഏത് കുഴിയിലാടാ ചാടിച്ച്? ഒരു മറ്റോടത്തെ വർത്താനം പറയാൻ നിൽക്കരുതട്ടാ. അപ്പൊ എന്റെ ആര്യോ ആ വിജയുടെ കേസ് ഞാനല്ലേ മൊത്തം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത്? നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറ്റിയൊന്നുമില്ല. എനിക്ക് പറ്റാത്താണ് ഇപ്പൊ പ്രശ്നം. മറ്റോടത്തോടത്താണ് പറയാൻ നിൽക്കരുതട്ടാ. ഞങ്ങൾ എന്തായാലും ഈ പരിപാടിക്കില്ല. നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ പോയിക്കോ. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ തീരുമാനിച്ചു. നിനക്ക് പോണോ? എടാ ബാലു, നിനക്ക് പോണോന്നാ ഞാൻ ചോദിച്ചേ. അന്നാ നീ എനിക്ക് പൈസ, ഞാനിത് ഇവിടെ നിന്നുണ്ടാക്കാനാ? മനുഷ്യൻ രക്ഷപ്പെടാൻ കരുതുമ്പോ. എടാ എടാ ബാലു, എന്റെ മമ്മൂക്കൊണ്ടന്മാരൊക്കെ പോട്ടാ. അവരെപ്പോഴും പേടിപ്പിച്ചോണ്ടിരിക്കുള്ളൂ, ഒരു കാര്യം ചെയ്യൂല. മാങ്ങാത്തുലി ആർക്കടാ വേടി? ആർക്കാ വേടി? ബാലു
നീ വലിയ വർത്താനം പറയുന്നില്ലേ? നീ കാണിക്കുന്ന വലിയ ധൈര്യമൊന്നുമല്ല, മണ്ടത്തരം നീ കാണിക്കുന്നത്. പറയാൻ ബാലു, നീ ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം. എടാ ബാലു, എടാ ബാലു പോലെ, എടാ നമുക്ക് സംസാരിക്കാം. അവൻ അറിയാണ്ട് പറഞ്ഞാണെന്ന്. എടാ ബാലു പോലെ, എടാ പറയണേക്ക് ബാലു, എടാ ബാലു. നീ വണ്ട എടാ നമുക്ക് ബാലുമായിട്ട് ഒന്നും കൂടി സംസാരിക്കാം. അവൻ ചിലപ്പോ സമ്മതിക്കും. എന്ത് സംഭവിക്കുന്നു അമ്മു? അവന് കാശിന്റെ അത്യാവശ്യമില്ല. അതുപോലെയാണ് നമ്മള്. ഇതിന് പോയി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ കിട്ടും. 2 ലക്ഷം രൂപ നിനക്ക് സിനിമ കയറാൻ വേണ്ടി 1 ലക്ഷം എനിക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നിക്കള്ളേ, എന്നിട്ട് ഞാൻ കുഴി ചാടിച്ചു. എടാ അവൻ അപ്പത്തെ ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതായിരിക്കും. എന്റെ മമ്മു, ഇതൊക്കെ അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ എന്തായാലും വരില്ല. നീ വരുന്നുണ്ടോ? നിനക്ക് ഗുണം ചെയ്യും. മൊത്തം 5 ടിക്കറ്റ് ആ നമ്പറിലുള്ളത്. 5 സീരീസിൽ KB, KC, KD, KE. അതിൽ 3 കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്ന് ഒരു LIC ഏജന്റാ. ടിക്കറ്റ് എടുത്ത നമ്പർ പോലും നോക്കാതെ നേരെ പേജിലേക്ക് വെക്കും. മിക്കവാറും അത് അവിടെ തന്നെ കാണും. പിന്നൊന്ന് ആ മറ്റോളാ. മറ്റോളോ? ഏത് മറ്റോളൂ? അങ്ങനെ ഇങ്ങനെയൊന്നും അവളാരും വീട്ടിൽ കയറ്റൂല. ഞാൻ നോക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആകെ ഒരാളെ കയറ്റാനേ സാധ്യതയുള്ളൂ. അത് ഇവനാ. ഞാനാ? ഞാൻ പോകുന്നില്ല. എടാ ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളി പോട്ടെ. അവനെ കയറ്റൂലടാ. കേരള ഭാഗ്യക്കുറിയിൽ വീണ്ടും ഇതാ മറ്റൊരു പൊന്തൂവൽ. ഏയ് ശരിയാവില്ല. അയാളുടെ മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. നമ്പർ ഓർമ്മയില്ല. ഇല്ലേ വണ്ടിയുടെ എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും എളപ്പ ഈ വണ്ടിയുടെ പേര് വല്ല ഓർമ്മയുണ്ടാ? ഈ ചക്കരമുത്ത്, പൊന്നു, അല്ലെങ്കിൽ മുട്ടല്ലേ, പാവം പൊക്കോട്ടെ. എടാ ആ വണ്ടിയുടെ അപ്പുറം ഇപ്പുറം നിറച്ച് മോഹൻലാലിന്റെ പടം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മോഹൻലാലിന്റെ വലിയ ആരാധകനാന്നാ പറഞ്ഞത്. ലാലേന്റെ ഫോട്ടോയാണോ? കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടെൻഷൻ അടിക്കണ്ട. മീശ പിരിച്ച ഫോട്ടോയാണ്, മീശ പിരിക്കാത്താണ്. ഏതോ സിനിമ? ചിത്രം പവിത്രം നരച്ച് മാറാന്ന് പറ. ഓർമ്മയില്ല? കുഴപ്പമില്ല. ഒന്നുമില്ല, ലാലേന്റെ കാര്യമല്ലേ? ടെൻഷൻ അടിക്കണ്ട. കേരളത്തിൽ എത്ര ഓട്ടം ചേട്ടാ ലാലേട്ടന്റെ പടം ഒട്ടിച്ചത്? കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അത് കറക്റ്റാ. ലാലേട്ടനൊക്കെ കണ്ടുപിടിക്കൽ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഈ SRKനൊക്കെ ഈസി ആയിട്ട് കിട്ടും. ആരാടാ എന്റെ SRK? വല്ല മന്ത്രിയായിരിക്കും. മന്ത്രി? എന്നാ ചിലപ്പോ കിട്ടും. 5 ടിക്കറ്റ് എടുത്താ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടും. അതിന് 3 ലക്ഷം നിങ്ങൾക്ക്, ബാക്കി ഞങ്ങൾക്ക്. അവസാനം ഒരു സംസാരം ഉണ്ടായിരുന്നു, കേട്ടല്ല? ഇല്ല. എടുക്കുന്ന ടിക്കറ്റിന് പകരം വെക്കുന്ന ടിക്കറ്റ് മറ്റേത് 110, 201. ഇത് 110, 501. ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. അല്ല, ബാക്കി 2 ടിക്കറ്റ് ആർക്കാ കൊടുത്തെന്ന് ഒരു പിടിയും കിട്ടണില്ല. ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷന്? ഇല്ല, റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയില്ല. ആ ശശി ഇരിക്കുന്ന ആലോചിച്ച് നോക്കി. ബാലു, ബാലു, എന്താമേ? ഇങ്ങോട്ട് വന്നേ. എന്താ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നിട്ടുണ്ട്. ഏത് കുട്ടി? നിത്യ. ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇപ്പൊ നല്ല കുറവുണ്ട്. ഉടനെ കാണിക്കുന്ന നല്ലത്. ഹായ്. ബാലു, ഞാൻ 2-3 ദിവസമായി കോളേജിൽ പോയിട്ട്. എനിക്ക് ആ നോട്ട്സും തരൂ. നോട്ട്സ് അല്ല, എന്തിന്റെ നോട്ട്സ് ഉണ്ട്? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിന്റെ.
ചാടുന്നു നിത്യെന്താ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പഠിപ്പിച്ചായിരുന്നു. എനിക്കല്ല സുഖമില്ലായിരുന്നു. ആ എന്നിട്ട് ഡോക്ടറിനെ കണ്ടില്ലേ? ആ അതെ, ഞാനും കുറച്ച് ദിവസമായി ക്ലാസ്സിൽ പോയിട്ട്. നിത്യം പോയില്ലേ? ഞാൻ പോയി. പിന്നെന്താ? ബാലു എന്താ കോളേജ് വരാനെന്ന് അറിയാൻ വന്ന. പുറത്തും കണ്ടില്ല. അമ്മയോടാണെങ്കിൽ ചോദിക്കാനും പറ്റില്ലല്ലോ. ആ അമ്മയടുത്ത് ചോദിക്കായിരുന്നു. എന്തായാലും നന്നായി. ഞാൻ കാരണമാണോ ബാലു കോളേജ് വരാത്തെ? താൻ കാരണം? എന്ന് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. തനിക്കുണ്ടോ? ഉണ്ടോ? ബാലു, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നൂടെ? ഈ പ്രേമൊന്നും ശരിയാവില്ല. എന്താ ചിരിക്കണേ? അല്ല, സാധാരണ ഈ ആംഗ്ലമാരാക്കാറാണ് പതിവ്. ബാലു, ആ കുട്ടിക്ക് ചായ പഞ്ചസാര ഇടാമെന്ന് ചോദിക്കേ. ഫ്രണ്ടിന് അങ്ങനെ പഞ്ചസാര ആവാമോ? എനിക്ക് ഷുഗർ ഒന്നും ഇല്ലെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. കിട്ടോ? വീട്ടിൽ ഇരുന്ന് പോരെ. എടാ, കൂട്ടത്തില് നിഷ്കളങ്ക ലുക്ക് നിനക്കാണ്. ഞങ്ങൾ ആരും ചെന്നാ വീട്ടിൽ കയറ്റാൻ പോള. സംഭവം നീ പറഞ്ഞ ശരിയാ. കൂട്ടത്തിൽ ഗ്ലാമർ എനിക്കാ. അതെ, പക്ഷെ എന്റെ തൊമ്മി ആ അമ്മായിയുടെ വീട്ടിൽ ഞാനെങ്ങനെ പോകും? വാപ്പ എങ്ങനെ പറഞ്ഞ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും? എടാ മമ്മു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ലേ? അതിന് പോറണ അഭിനയിക്കാൻ അറിയോ? എനിക്ക് നല്ലോണം അഭിനയിക്കാൻ അറിയാൻ നിനക്ക് അറിയാലോ. അതുകൊണ്ടാ പറഞ്ഞത് നീ അവിടെ പോയി അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു, നൈസായിട്ട് ടിക്കറ്റ് എടുത്തു പോകുന്നു. സിമ്പിൾ അല്ലേ? പക്ഷേ എന്റെ മമ്മു, നീ ഇത്ര ചിന്തിക്കണം എന്തിനാണ്? നിന്റെ ഉസ്താദ് നിന്റെ അടുത്ത് പറഞ്ഞ ഇതോടുകൂടി നിന്റെ പ്രശ്നങ്ങൾ തീരുന്നല്ലേ? ഉസ്താദിന് എനിക്ക് വിശ്വാസമല്ലേ? ഉസ്താദിന് എനിക്ക് വിശ്വാസം. എടാ പിന്നെന്താ? ഞാനിപ്പോ ചെയ്യാ അത് ഞാൻ പറഞ്ഞു. നിന്റെ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. നീ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ചേഞ്ച് ആണോ? അതെ. അതായത് വേറെ കഥാപാത്രമായിട്ട് സിനിമയിൽ കാണുന്ന പോലെ ആ അമ്മയുടെ മുമ്പിലേക്ക് ഞാൻ പോവാ. എടാ, അത് ഭയങ്കര ചോദിക്കും അല്ലേ? ഇതൊക്കെ നേരത്തെ പറയട്ടെ. എന്റെ സാധനം ഉണ്ട്. നീ എടുത്ത് ബീച്ച് പമ്പു, നമ്മള് കലക്കും. നല്ല തിരക്കുണ്ട്. വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരാം. എനിക്കും കൂടി. അതെ, ടിക്കറ്റ് വേണ്ട. പിന്നെ ചേച്ചിയുടെ വേറൊരു സഹായം മതി. അല്ല, അടുത്ത മാസം എന്റെ കല്യാണമാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ. എങ്ങനെയും ഉണ്ടായിട്ടില്ലേ. അപ്പൊ ഈ നിക്കാഹ് എടുക്കും തോറി മനസ്സിന് ഭയങ്കര ഒരു ശങ്ക. ആ ശങ്ക മാറ്റാനാ എനിക്ക് ചേച്ചിയുടെ സഹായം. എന്നെ കുറിച്ച് ആരാ പറഞ്ഞേ? ചേച്ചിയെ കുറിച്ച് ആരാ പറയട്ടെ? ഇന്ന് വേണ്ട. പിന്നെ പുതിയായിട്ടൊരു കാര്യം പഠിക്കുകയുള്ളൂ. ഐശ്വര്യമായിട്ട് രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. ഞാൻ അങ്ങനെ ആരെയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റാറില്ല. പക്ഷേ മോനെ കണ്ടപ്പോ എന്തോ ഒരു വാത്സല്യം. വീട്ടിലേക്ക് വരട്ടെ. ഞാൻ കാത്തിരിക്കും. ഹലോ സാർ, ഞാൻ ബാറിൽ വന്നിട്ടുണ്ടായിരുന്നു. You got small cushion, right? Here I am. ശ്യാമളൻ അല്ലേ? Anthony. താങ്ക് യു. ഞാൻ ലേറ്റ് ആയില്ല സാർ? ഇല്ല, ആക്ച്വലി എന്റെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ലായിരുന്നു. ഓ, യോഗക്ഷേമം വഹാമ്യഹം. എന്തോ? യോഗക്ഷേമം വഹാമ്യഹം നിങ്ങളുടെ കമ്പനിയുടെ ടാഗ്ലൈൻ ആണ് സാർ. ഓ, ഞാൻ വിചാരിച്ചത് കഷായത്തിന്റെ പേരാണ്. മിസ്റ്റർ ശ്യാമളൻ. ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ട് നെയിംസും ടാഗ് ലൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. മറ്റു കമ്പനികളെല്ലാം നല്ല കോമ്പറ്റീഷൻ തരുന്നില്ലേ? എല്ലാവരും വിശ്വസിക്കുന്ന കമ്പനിയാണ്. നല്ല പേരുകളും നല്ല ബ്രാൻഡ് നെയിംസും എല്ലാം വേണം. ഓക്കെ, ശരിയാണ് സാർ. സാർ, ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ സാർ ഇത്ര ചെറുപ്പമാണെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. സാർ, നമുക്ക് ബേസിക്കലി 3 തരത്തിലുള്ള പോളിസീസ് ആണ് ഉള്ളത്. സാർ, ഈ ജോലി സമയത്ത് നമുക്ക് കുടിക്കാൻ നിർവാഹമില്ല സാർ. മിസ്റ്റർ ശ്യാമളൻ, വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ചിയേഴ്സ് പറഞ്ഞിട്ടാണ്. യു ഹാവ് ടു ഗ്രോ മാൻ. അടി. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ചേട്ടന്റെ പേര് ഗോപു രാമയ്യ. ഇഷ്ടമുള്ളവര് ഗോപു മോനെന്ന് വിളിക്കും. പാല. നമുക്ക് തുടങ്ങിയാലോ? ഒരു മിനിറ്റ് ചേച്ചി. എന്ത് പറ്റി? ഒരു മിനിറ്റ്. പുതിയതായിട്ട് ഒരു വിദ്യ ആരംഭിക്കുമ്പോ ഗുരുദക്ഷിണ കൊടുക്കാന്നൊരു സമ്പ്രദായം ഇല്ലത്തുണ്ടേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുവാണ് ഇപ്പൊ ചേച്ചി. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓതി മേടിച്ച ഒരു പ്രസാദ. ഇത് കഴിച്ച് ചേച്ചി എന്നെ അനുഗ്രഹിക്കും. നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റിയത് ഗുരുപ്രസാദം. സ്പൂൺ വേണം.
കുടിക്കാം. Excuse me. Sir. One packet classic miles. സാറോട് സിഗരറ്റ് ഇല്ല സാറേ, പുറത്തുപോയി വാങ്ങണം. കാർഡ് എടുക്കുമെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെ. ആക്ച്വലി ഞാൻ ഈ കറൻസി ക്യാരി ചെയ്യാറില്ല, ഇത് രാജ്യത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. നൈസ് പേഴ്സ്. താങ്ക് യു സർ. ആക്ച്വലി എനിക്ക് ഈ പേഴ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ഗുഡ്. ലോട്ടറി എടുക്കാറുണ്ടോ? വളരെ ചെറുപ്പം മുതലുള്ള ശീലം. 3 കോടി കോടീശ്വരൻ അല്ലേ? അല്ല, സാറ് ടിക്കറ്റ് എടുക്കാറുണ്ടോ? ഞാൻ പണ്ട് എടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോ കസിനോസിൽ പോയി കളിക്കും. അതാവുമ്പോ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അപ്പൊ തന്നെ ക്യാഷ് കിട്ടും. ഓൺ ദ സ്പോട്ട് മണി. അതെ. ആയിക്കോട്ടെ സാർ, കുഴപ്പമില്ല. Excuse me. Repeat. Yeah. Oh. Take the bus. മണിക്കൂറുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ സെക്കൻഡുകളായി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വരൂ വരൂ, നിങ്ങളുടെ ഭാഗ്യങ്ങൾ വാങ്ങും. നാളെയാണ് 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 നാളെയാണ്. ഇതുകൊണ്ടായില്ല, ബാക്കി 3 ഒപ്പിക്കാൻ നോക്കുക. അതെ, ഒപ്പിക്കാം. ഓർമ്മ പോയ ടിക്കറ്റ് ഓർമ്മ വന്നാലേപ്പാ. നാളെ 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 നറുക്കെടുക്കുന്ന കേരളത്തിന്റെ രാഗമായി പരാഗമായി ഇരാവിലൂടെ നിലാവിലൂടെ അനേകം വേഗം വേഗം ചേക്കേറുന്നേ. പറവയായി പറന്നു പോകുന്നിതാ ചിറകിലാനന്ദമായി ഇണകളായി ഇനിയതാ മണികളായി ഉതിർന്നു വീഴുന്നിതാ ചൊടികളാലോലമായി തളിരിടുന്നു ഇനിതാ അരിയലോലമർമരങ്ങളാലെ പുളകമായി വിരിഞ്ഞ് മാറവേ ഇളകി വീണിതിന്റെ ഉള്ളിലാകെ പ്രണയമായി നിറഞ്ഞു പേയവേ നീയാവോളം. ആരാ ഇത്? ഞാനാ ബാലു. ഇതേതാ നമ്പറാ? ഇത് അച്ഛന്റെ ഫോണാ. അച്ഛന്റെ പോസ്റ്റ് പെയ്ഡാ. എങ്ങനെ ഒപ്പിച്ച അച്ഛന്റെ മൊബൈല്? അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഫോൺ ഉപയോഗിക്കാറില്ല.
നിങ്ങൾ കൂട്ടുകാരെ കൂടി ബിസിനസ് തുടങ്ങാൻ പോയിട്ട് എന്തായി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഈ ഓൺലൈൻ ബിസിനസ് നല്ല പരിപാടിയാ. ഇനി ഫ്യൂച്ചറും അതാ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടെ? പിന്നെ അതിന്റെ ഒരു ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. നിന്റെ കൂട്ടുകാരെ കൂടെ നിൽക്കോ? ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് പറയാം സാർ. ആലോചിക്കും. സൗണ്ട് കുറയ്ക്കടാ. അവന്റെ മൽഗോവാകുമ്പോഴും നിന്റെ ഗോവ അടിച്ച് പോണ്ടിച്ചേരി ആക്കും പറഞ്ഞേക്കാ കേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ 3 കോടി രൂപയുടെ ടിക്കറ്റ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. എല്ലാ പണിയും ചെയ്യുന്നത് നമ്മളാണ്. നമുക്കൊരു 75 ലക്ഷം ചോദിക്കാൻ പാടില്ലേ? ഇത് മാർക്കോസ് പോലുള്ള ഇടപാടാണ് കേട്ടാ. കിട്ടുന്ന മേടിച്ചോണ്ട് പോക്കണം, കൂടുതൽ സംസാരിക്കരുത് കേട്ടാ. ആള് കൊള്ളാലോ. മണി കിട്ടിയടാ. എന്ത്? 4ാമത്തെ ടിക്കറ്റ് കൊണ്ടുപോയാനെ പിടി കിട്ടിയടാ. ഇവിടെ നേരത്തെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന തമിഴ് ചെറുക്കനും ചെയ്യും. അവന് ഞാൻ അളിയന്റെ കടയിലേക്ക് കിട്ടും. ഓ, അപ്പൊ അളിയനും കടയുണ്ടല്ലേ? അളിയന്റെ കടയുണ്ട്. അളിയന്റെ കട എവിടെ? അളിയന്റെ കട കൊച്ചി. കൊച്ചിയിലെവിടെ? പട്ടാളം. അങ്ങനെ ഒരു സ്ഥലം കൊച്ചിയിലുണ്ട്. എന്നാ പിന്നെ ആ പട്ടാളക്കാരൻ ഇപ്പൊ പോയി പതുക്കെ പറയാൻ കേൾക്കും. പതുക്കെ പതുക്കെ. ആള് വന്നെന്നാ. അപ്പൊ ഇനി ഇങ്ങനെ മനുഷ്യയുടെ ചേട്ടനൊന്ന് പറയട്ടെ. ചേട്ടൻ പറഞ്ഞ മുതലാളി കേൾക്കും. എടാ, പുള്ളി ആപ്പാട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നീ കാരണമാണ് പുള്ളിക്ക് ഇത്ര നഷ്ടം വന്നെന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നേട്ടാ, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചല്ലേ. നിങ്ങളുടെ ആരെയും പേര് ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുകൂടിയില്ല. അതൊക്കെ എനിക്കറിയാം. എടാ, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ പുള്ളി എന്റെ ജാമ്യത്തെ ഇറക്കിയത് തന്നെ. മണിച്ചേട്ടാ, നീ പോയോളൂ, നമുക്ക് പിന്നെ സംസാരിക്കാം. ചേട്ടാ നോക്കിയേട്ടാ. നീ അങ്ങോട്ട് പോയേ. വിജയ് എപ്പ ഇറങ്ങി? നീ വന്നേ, നീ പോയിക്കോ. എന്തായാലും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണം. பட்டாளத்திலேக்குள்ள வழி எத்தனை இங்கிருந்து ஸ்ட்ரைட் போய் ரைட் குன்னம்புரம் வரும். அங்கிருந்து கொஞ்ச தூரம் தள்ளி അവന്റെ ഒരു കുഴപ്പമില്ല. എടാ, ഇവിടെ രാത്രി വരണില്ല സീ. പകല് വരുന്ന സീ ഉണ്ടാണ്ടിരുന്നു തേങ്ങ. എടാതെ, നീ ഇവിടെ നിൽക്കും. ആരെങ്കിലും വരുന്നുണ്ട് പറഞ്ഞു. ഒറ്റയ്ക്കാ? എടാ നിനക്ക് എടാ തൊമ്പി വേമാട്ടാ. പിടിക്കട നീ. ക്യാച്ച് ക്യാച്ച് ക്യാച്ച്. ആ
രഘുറാമല്ലേ? അയ്യപ്പി രഘുറാം. അടിമുടി മാറ്റങ്ങളോടെ അടിപൊളി സമ്മാനങ്ങളോടെ കൂടുതൽ കൂടുതൽ ഭാഗ്യരക്ഷകർക്ക് കൂടുതൽ കൂടുതൽ ഭാഗ്യ അവസരങ്ങളുമായി മെഗാ ബമ്പർ മെഗാ ബമ്പർ മെഗാ ബമ്പർ. ജയിക്കുവാൻ ചാൻസോട് ചാൻസുമായി വേണ്ടുവോളം വേണ്ടത്ര സൗഭാഗ്യ സമ്മാനങ്ങളുമായി നാളെ 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 നടക്കുന്ന കേരളത്തിന്റെ മണി സാധനം കിട്ടിയോടാ? ആ ടിക്കറ്റ് കിട്ടി. എന്നിട്ട് നിങ്ങപ്പോ എവിടെ? എന്റെ ആശാന വഴിയൊക്കെ തെറ്റിപ്പോയി. എടാ നീ എവിടെ? ആ ബൈക്കില? ആ ഞങ്ങൾ ഓട്ടോയിലാണ്. ആ ഒരു കാര്യം ചെയ്യും, അവിടെ കിടന്ന് കൂടുതൽ കിടക്കണ്ട, നേരെ മട്ടാഞ്ചേരി ചെട്ടിയിലോട്ട് വരും. ആ മട്ടാഞ്ചേരി ചെട്ടി. മട്ടാഞ്ചേരി ചെട്ടിയിലേക്കോ? എടാ മട്ടാഞ്ചേരി ചെട്ടിയില്. ചേട്ടൻ മട്ടാഞ്ചേരി ബീച്ചിലേക്കാണ്? മട്ടാഞ്ചേരി ബീച്ചിലെ മുത്തേ ഫോട്ടോച്ചിലാണ് ബീച്ച്. എന്നെ ഒന്ന് മട്ടാഞ്ചേരി ചെട്ടിയിലാക്കൂ. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ആക്കി തരാം. നിത്യ അനിജിത് എപ്പോഴും പിണക്കത്തിലാണ് കേട്ടോ. നിത്യക്ക് എന്തെങ്കിലും പിണക്കമുണ്ടോ? എനിക്ക് പിണക്കൊന്നുമില്ല. കഴിഞ്ഞ ആരല്ലോ കൈ കയ്യേറാൻ പറ്റും. കൈ കൊടുക്കാൻ കൈ കൊടുക്കാൻ ഇനി തിരിച്ച് ഇടുപാലും വലിയ കയറി പിടിക്കാന്നില്ല അല്ലേ? അതെ. അനുജിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? അതെ. തൊമ്മി ഇപ്പൊ എന്ത് പണിക്കാ പോണേ? കളക്ഷൻ ഏജന്റോ അങ്ങനെ എന്തോ. മമ്മി എന്ത് കളക്ഷൻ ഏജന്റ്? അവന്റെ പോക്കത്ര ശരിയല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു ബന്ധുണ്ടല്ലോ, ഒരു സേവിയർ, നിനക്കറിയാലോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളൂലാത്തവന്. ഇപ്പൊ അയാളുമായിട്ട് അവന്റെ കൂട്ട്. ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കില്ലെന്ന് നിനക്കറിയാലോ. ഇനിയിപ്പൊ അവനൊരു പണിക്ക് പോയില്ലേലും കുഴപ്പമില്ല, അയാളുമായിട്ട് ഒരു ഇടപാട് വേണ്ടാന്ന് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. അയാൾ ഒരു ചെറ്റയാണ്. പറഞ്ഞ് 25 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതിയെന്ന എന്റെ പ്രാർത്ഥന. അപ്പോഴാ 50. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടൂല. നീ എന്റെ കൂടെ നിന്ന് തന്നേച്ചാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല അച്ഛനെ, ഈ 50 എന്ന് പറയുമ്പം അത് 50 അല്ലടാ, ചിലപ്പോ 1 കോടിയും കിട്ടും. ബാലും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ അവനെ കുറവ് വിളിച്ചോടാ, അവൻ പോണത്തില്ല. ചിലപ്പോ ദേഷ്യത്തിലേക്ക് കേൾക്കും. നമുക്കേ നാളെ അവൻ്റെ വീട് വരെ പോയില്ല. ഇതൊക്കെ ഒന്ന് കഴിട്ടെ, എന്നിട്ട് പോവാം. ഇതെന്ത് കഴിക്കാൻ വേണ്ടത്? ഒരു ഗ്ലാസ് പാല്.
പാലില്ല കട്ടൻ ചായ. അയ്യോ 2 കട്ടൻ ചായ. ഓക്കെ. എനിക്ക് കട്ടൻ ചായ വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണം ഒരു കട്ടൻ ചായ. അപ്പൊ ഒന്ന് മതി. നീ എന്താ കട്ടൻ ചായ കുടിക്കാതെ? കട്ടൻ ചായ കുടിച്ച കറുത്തു. ആര് പറഞ്ഞു? ഞാൻ ഇന്നലെ TV കണ്ട കട്ടൻ ചായ കുടിച്ച 5-6 പേര് കറുത്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനം മൊത്തം കറുത്തേക്കൂലേ? നീ ആവശ്യമില്ലാത്ത TV പരിപാടിയൊക്കെ കണ്ടിട്ടോ? വേണമെങ്കിൽ ഓരോ അന്ധവിശ്വാസങ്ങളാ കട്ടൻ ചായ കുടിച്ച കറുത്തു പോകുന്നത്. റിസ്ക് എടുക്കണ്ട. വിശ്വാസത്തിന്റെ മറവിൽ നിരവധി ജനങ്ങളെ തട്ടിച്ചുകൊണ്ടിരുന്ന ഹബീബുള്ള തങ്ങൾ എന്ന വ്യാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യഥാർത്ഥ പേര് വ്യക്തമല്ല. മൂവാറ്റുപുഴ സ്വദേശിയാണെന്നതാണ് പ്രാഥമിക വിവരം. ഇയാൾ ഇതിനു മുമ്പ് അങ്കമാലി കാലടി പ്രദേശങ്ങളിൽ ഹിന്ദു സന്യാസിയായും മലയാറ്റൂർ പരിസരങ്ങളിൽ പാസ്റ്ററായും നിരവധി ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ ഇയാൾക്കെതിരെ വിവാഹ തട്ടിപ്പ് കേസുകളും നിലവിലുണ്ട്. കൂടാതെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും ഇയാൾ തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. കൂടുതൽ തെളിവുകൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇയാളുടെ തട്ടിപ്പിനിരയായവരിൽ കൂടുതലും സ്ത്രീകളാണ്. എനിക്കൊരു സിനിമ നടനാവണം. ആൾക്കാർ ഈ തടിയാന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോണു. ഈ തടിയും വെച്ചിട്ട് എനിക്കൊരു നടനാവാൻ പറ്റും ഉസ്താദേ? ഇത് നിന്റെ മനസ്സിൽ വെറുതെ തോന്നിയതല്ല, പടച്ചവൻ തോന്നിപ്പിച്ചതാണ്. നിന്റെ ഭാവിയിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. നീ ലോകത്തിൽ അറിയപ്പെടുന്നൊരു നടനാകുന്നു. അതുകൊണ്ട് നീ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും. എന്താണ്? ഞാൻ പോകും. എവിടെ പോണെന്ന് ഞാൻ നിന്നോട് ഇത്ര നേരം എന്തോ പറഞ്ഞോണ്ടിരുന്നത്? ആ ഓട്ടോ ഡീറ്റെയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ എപ്പം വിളിച്ചത്? എനിക്ക് പോണം. നിനക്കെന്താ തൂറാൻ മുട്ടണ്ട? തിന്ന് കൂടാണ്ടപ്പോ തന്നെ തോന്നി തടീന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ പിന്നെ അവിടെ കക്കൂസിൽ അവിടെ ചെന്നിട്ട് പോവാ. വാ കേറിങ്ങട്. വിളയാടുന്നേ താഴെ മണ്ണിൽ വന്നെത്തും വരെ ഒന്നായി അണിനിരനിരയായി നന്നായി അണിഞ്ഞൊരുങ്ങുകയായി കാണാമതിൽ കനവോ പലായിരം ഒന്നായി അണിനിരനിരയായി നന്നായി അണിഞ്ഞൊരുങ്ങുകയായി കാണാമതിൽ കനവോ പലായിരം താരാവൂ താരാവൂ മായാതെ ഇനി ഒന്നൊന്നായിരാ വരവായേ താരങ്ങളാ. എടാ പോങ്ങ, മനസ്സിലാക്ക്. ഇത് കഴിഞ്ഞ കയ്യിൽ കാശ് കിട്ടും, അല്ലാണ്ട് ഉസ്താദ് കിസ്താന്ന് പറഞ്ഞ നടക്കലല്ല. ഞാനല്ല മനസ്സിലാക്കാത്തത്, നീയാ. നിനക്ക് എന്നെയാ, ബാലുനെയാ. നിന്റെ മമ്മിയെ പോലെ നിനക്ക് മനസ്സിലാവില്ല. മതി, നിർത്തിക്കോ. നിന്നെ പോലെ ഒന്നല്ല ഞാൻ ഉണ്ടായത്. ഞാൻ ഉണ്ടാക്കിയാലേ എനിക്ക് കിട്ടുള്ളൂ. കാലമിതോടിയ വീതിയിലാളുകളായിരമാരവമാകെ നേടണമേതൊരു പാതയിലേതൊരു നാളിലും ഇത് ജീവിതം തോളോട് തോൾ ചേർന്നിതേ പോകയായി പടവുകളൊന്നായി കേറിടാം കാതങ്ങൾക്കകലെ പുതു അതിരുകൾ മതിലുകൾ അനവധി പലവിധമുയരുകയായി
അടിപതരരുതൊരു യുഗ പിറവീതാ മായാതെ ഒന്നൊന്നായിതാ വരവായേ താരങ്ങളാ ഞാൻ ഒരു നടനാവില്ലടാ. എടാ കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൂട്ടി വിഷമിച്ചിട്ട് എന്താടാ കാര്യം വന്നു? എടാ നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യടാ. ഒരിക്കൽ ഇതുവരെ ഞാൻ ഇത് കാര്യം കേൾക്കണേ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. വെറുതെ വീണ്ടും മണ്ടനാവാൻ. ഞാൻ പോവുക, ഗൾഫിൽ പോവുക. ഇവിടെ ഒന്നും ശരിയാവൂല. വീട്ടുകാരെങ്കിലും അപ്പേട്ടാ. ആരാ? ധനീഷിന്റെ കൂട്ടുകാരനാ ആന്റണി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ കുറെ ഭേദമായി തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മ മുഴുവനും ശരിയായിട്ടില്ല. മോന്റെ കൂട്ടുകാരൻ വന്ന മോന് മനസ്സിലായോ മോനെ? 2 കുട്ടികൾ വട്ടം ചാടിയപ്പോ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചതാ. ബസ് ഇടിച്ചു. മോന് ഓട്ടോറിക്ഷ അല്ല, ഒരു മോളൊരുത്തി ഉണ്ടായിരുന്നത് നേരത്തെ പോയി. ഇവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയായി. ജീവണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ശരി, ഞാനങ്ങടെ ആക്കാം. വേണ്ട മോനെ, ഇതിലങ്ങടെ കിടക്കണത് എളുപ്പം. ഇപ്പൊ ഈ ചെയ്യണതൊക്കെ തന്നെ വലിയ ഉപകാരം. വണ്ടി ഒരുത്തൻ ചതിച്ചതാ. അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ ആരുമില്ലാത്തപ്പോഴാ എൻ്റെ മോളത് ചെയ്തത്.
എടാ ഫോൺ റിങ്ങുണ്ട്, പക്ഷെ അവൻ എടുക്കല്ല. ചിലപ്പോൾ ഞാൻ വിളിച്ചോണ്ടായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്കൂ. ഞങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിട്ടുണ്ടെങ്കിൽ തൊമ്മിനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, ചിലപ്പോൾ ഫോൺ സൈലന്റിലേക്ക്. കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണേ. എന്നാ പൊക്കോട്ടെ വരും. ശരി, വിളി. പോവാനേ. സാറെവിടെയാ? വീട്ടിലൊന്നും ഇല്ലല്ലേ? വീടൊന്നും കണ്ടില്ലല്ലോ. ഇത് ഞാനിവിടെ ഹോസ്പിറ്റലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി തലറിഞ്ഞ് വീണിട്ട് ICUലാണ്. എന്നിട്ട് മമ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാണ്. നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഞാൻ നാളെ വിളിക്കും. ഓക്കെ. സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുത്തു. നമ്മളാരാ? മോൻ്റെ ഫ്രണ്ടും. പേടിക്കാനൊന്നും കേട്ടോ. നിങ്ങളാണോ ഇപ്പൊ വന്ന ആളുടെ കൂടെ വന്നത്? എന്ത് പറ്റിയതാ? അടിപിടി കേസ് വല്ലതാണോ? അങ്ങനെയാണെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ടി വരും. അല്ല തെന്നിയൊന്നോ? ആ, ഇന്നൊരാളത്തേക്ക് സൈൻ ചെയ്യേണ്ടി വരും. എടാ, കേസായ പ്രശ്നമെന്ന് വിജയ് പറഞ്ഞു.
അതാ അവര് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞ. കേസായി നിനക്കും പ്രശ്നമുണ്ടല്ലോ അല്ലേ? ശരിക്കും അവനെന്താ പറ്റിയത്? അവനെന്താ പറ്റിയെന്ന്? ഇത് മൊത്തം മാർക്കോസ് മുതലാളിയുടെ കളിയായിരുന്നു. എന്തിന്? ആ മണിയും സേവിയറും കൂടി ചേർന്നാ എന്നെ പോലീസിന് ഒറ്റുകൊടുത്തത്. ഞാൻ വന്ന പിന്നെ ആ മണിയുടെ തട്ടിപ്പൊന്നും നടക്കാണ്ടായി. അതിന് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ആ സേവിയറിനെ കൂട്ടുപിടി ചെയ്തതാ. അതിനുള്ള പണിയാ മുതലാളി അവന്മാർക്കിട്ട് കൊടുത്തത്. അപ്പം ലോട്ടറി അടിക്കുന്ന പറഞ്ഞ നമ്പറൊക്കെ ആ കുഴൽപ്പണത്തിൻ്റെ ഇടപാടുകൊണ്ട് മുതലാളിക്ക് നഷ്ടമായത് പണം മാത്രമല്ല, പലരുടെയും വിശ്വാസം കൂടിയാണ്. ബമ്പർ അടിക്കാൻ പോണ നമ്പർ തപ്പി ഞാൻ ഒരുപാട് പാടുപെട്ടതാ. പക്ഷെ നടന്നില്ല. സർക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. അപ്പോഴാ നിന്റെയൊക്കെ ചതിക്കഥ ഞാൻ അറിയുന്നത്. നീയൊക്കെ കൂടി എവനിട്ട് പണിഞ്ഞില്ലേ? അത് എനിക്കാ കൊണ്ടത്. ഒഴിച്ചു മൂടേണ്ടതായിരുന്നു അന്നേ. അതിലെന്താടാ രസം? നീയൊക്കെ അവിടെ നിന്നുണ്ടാക്കിയത് നിന്റെയൊക്കെ മറ്റേടത്തെ പ്ലാനിങ്ങും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കാണ എടാ ഞങ്ങൾക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ? ലോട്ടറി എടുത്ത് കൊടുത്ത എത്ര ആഴ്ച കിട്ടും താൻ പറഞ്ഞേ? അത് 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം? 3 രൂപ നിങ്ങൾക്ക് തരും. 3 ലക്ഷം? എടാ തനിക്ക് 25 ലക്ഷം രൂപ കിട്ടും. ചെറ്റേ, നീ എന്തോ പണി സംസാരിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? എന്നെ നോക്കി സംസാരിക്കണം പുല്ലേ. നീ പറയുന്നേക്ക് ഞാൻ സംസാരിക്കണം. 25 ലക്ഷം ഒരുപാടാണ്. അച്ഛനെ, നിന്റെ മുതലാളി എന്താ പറഞ്ഞ? എടുത്ത ആ 4 ടിക്കറ്റുമായിട്ട് വർഷാപ്പിലേക്കല്ലേ? തൊമ്മയെടുത്തും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത് ഞാൻ തന്നെയാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മെഗാബമ്പർ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം സമ്മാനാർഹമായ 3 കോടി രൂപ ലഭിച്ചിരിക്കുന്നത് KB എടുക്കുന്ന ടിക്കറ്റിന് പകരം വെക്കുന്ന ടിക്കറ്റ്. മറ്റേത് 110, 201. ഇത് 110, 501. ഏതാണ്ടൊക്കെ ഒരുപോലെ. ഇപ്രാവശ്യം ബമ്പറ അടിച്ച 3 കോടിയാ. നിന്നെ വെച്ച ആൽബമല്ല, പടം പിടിക്കും ഞാൻ. പടം 327065. എന്റെ മനസ്സ് പറയണ്ട, ഇത് അടിക്കുന്നു. കോടി രൂപ ലഭിച്ചിരിക്കുന്ന ടിക്കറ്റ് നമ്പർ KB 327065 എന്ന നമ്പറാണ്. ടിക്കറ്റ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. KB 327065.
നീ ഇങ്ങനെ ബാലേന്ദ്രവനെ പോലെ തലയിൽ കെട്ടി ഇവിടെ കിടന്നു. അവൻ കാണിക്കണണ്ട. തന്റെ ടൈമിങ് എപ്പോഴാന്ന് പറഞ്ഞ ഇപ്പൊ ഡോക്ടർ വന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നൊക്കെ മതി. എന്താണ് തടിയ നിനക്കൊരു അവിഞ്ഞ ചുമ? ഇല്ലല്ലേ, നിങ്ങളുടെ ഭാവി കേട്ടെ പെട്ടെന്നൊരു ചുമ വന്ന ചുമ വരും നിനക്ക്. എനിക്കുണ്ട്. നിനക്ക് ആ ലോട്ടറി അടിച്ച നമ്പറുണ്ട്. എവിടെ ഇവിടെ വെച്ചിരുന്ന പേപ്പർ എന്തിനാ? ആ മമ്മി എന്തോ പൊതിലുണ്ടോയി. വേണ്ട, ഞാനും ഒരേപോലെ പണിക്കും പോകുന്നതാണ്. നീ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ്? ഓൺലൈൻ ബിസിനസ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ അച്ഛനോട് പറഞ്ഞ് റെഡിയാക്കാം. നിന്റെ അച്ഛനാ? ആ, ക്ലാസ്സിലൊന്നും പോണ്ട. ക്ലാസ്സിൽ പോകണ്ടേ? ആ, പോണ്ട. എന്നാ അറിയില്ല, പഠിക്കാൻ പറ്റില്ല അല്ലേ ഉമ്മി? എന്താ ശരി? നിധി തേടിപ്പോയ എന്റെ കൂട്ടുകാർക്ക് അത് കിട്ടിയില്ലെങ്കിലും മറ്റു പലതും മനസ്സിലായി. ഇപ്പൊ അവര് ഷോർട്ട് കട്ടൊക്കെ വിട്ട് അച്ഛന്റെ ഹെൽപ്പോടുകൂടി തൊമ്മി ഓൺലൈൻ ബിസിനസ് തുടങ്ങി. ഞങ്ങളുണ്ട് അവന്റെ കൂടെ. മമ്മു ദുബായിക്ക് പോയില്ല. സിനിമയില് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോവണം, ആക്ടിങ് പഠിക്കാൻ. അതാണ് അവന്റെ കുഴപ്പമെന്ന് അവന് മനസ്സിലായി. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് അവന്മാരുടെ പോക്ക്. എനിക്ക് ഉറപ്പാണ് എന്റെ കൂട്ടുകാര് ലൈഫിൽ സക്സസ് ആവും.